हम लोग परमेश्वर की उपस्थिति में आए हैं, അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. इसलिए हम परमेश्वर की उपस्थिति में खुशी के साथ बैठे ഞാൻ हैं। വിശ്വസിക്കുന്നു ദൈവ സാന്നിധ്യം ഈ ഹോളിന്റെ അകത്തുണ്ട്. परमेश्वर की उपस्थिति इस हॉल के अंदर है। അത് ഇന്ന് മാത്രമല്ല, सिर्फ आज ही नहीं, ആ 24 മണിക്കൂറും എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇതിനകത്ത് ദൈവ സാന്നിധ്യമുണ്ട്. यहाँ पे हर दिन 24 घंटे परमेश्वर की उपस्थिति കാരണം रहती എന്തെന്ന് है, ചോദിച്ചാൽ എല്ലാ ദിവസവും ഇതിൻ്റെ അകത്ത് പ്രാർത്ഥന നടക്കുന്നുണ്ട്. क्योंकि इसमें हर वक्त प्रार्थना होता रहता है। പ്രാർത്ഥിക്കുന്നിടത്താണ് ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് വരുന്നത്. जहाँ पे प्रार्थना करते हैं वहीं परमेश्वर की उपस्थिति होती അതുകൊണ്ട് है। വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. इसलिए हम प्रार्थना के साथ परमेश्वर की उपस्थिति में बैठेंगे। ആ വചനം വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ഇന്ന് പൽക്കാലം നമുക്ക് ശ്രമിക്കാം. आज का जो वचन है वो हम ध्यान पूर्वक सुनेंगे। അപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. उसी समय हम परमेश्वर के साथ प्रार्थना में बैठे। അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് വായിക്കുവാൻ തക്കണം ഇടയായി തീർന്നത്. आज एक बहुत ही आशीषित वचन परमेश्वर ने हमें दिया है। ഇത് കോരകപുത്രന്മാർ എഴുതിയെന്നാണ് കാണുവാൻ കഴിയുന്നത്. ये कौरव वंशियों ने लिखा हुआ भजन संगीत ഇത് है। ഏത് പശ്ചാത്തലത്തിൽ എഴുതിയെന്ന് അറിയത്തില്ല. ये किसके पश्चात में लिखा है ये हमें नहीं ആ पता। പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ എഴുതിയെന്നും മറ്റും പറയുന്നുണ്ട്. यहाँ पे बहुत सारी बातों को लिखा है कि वो कहीं से लौट कर आए थे ഏത് तब लिखा हुआ है। സന്ദർഭത്തിൽ എഴുതിയാലും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. उनने जिस पश्चात में भी लिखा है पर बहुत ही आशीषित वचन है ये। ആ കോരകപുത്രന്മാരെ കുറിച്ച് നമുക്കറിയാമെന്ന് വിചാരിക്കുന്നു. कौरव वंशियों के बारे में आप लोग जानते हैं, ऐसा मुझे ദൈവ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് കോരകപുത്രന്മാരെന്ന് പറയുന്നത്. जो कौरव वंशी है वो परमेश्वर के कोप से बचे हुए लोग हैं। അവരുടെ പിതാക്കന്മാരെ ഭൂമി വായ് വിളർന്ന് വിഴുങ്ങിക്കളഞ്ഞപ്പോൾ जब उनके पिताओं को भूमि ने 2 टुकड़ों में बांट के उन्हें खा गए थे तब അവരുടെ പിതാവിന്റെ പ്രവൃത്തിയിൽ ഏർപ്പെടാഞ്ഞത് നിമിത്തം उनने अपने पिताओं के साथ वो कामों को नहीं किया, അവർ इसलिए ദൈവത്തിന്റെ പക്ഷത്ത് നിന്നതുകൊണ്ട് वो परमेश्वर के हिस्से में खड़े ആ रहे। ദൈവിക അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. इसलिए परमेश्वर की आशीषों को उनने प्राप्त किया। അവരുടെ പുത്രന്മാർ പിന്നീട് ദൈവസന്നിധിയിൽ അവർക്ക് വലിയ പദവികളും അനുഗ്രഹങ്ങളും ഒക്കെ ലഭിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. इसलिए उन्हें बहुत सारी आशीषों को परमेश्वर ने दिया അപ്പോൾ है। ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരെ അവരുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കും. जो परमेश्वर के हित में खड़े होते हैं उनको परमेश्वर बहुत आशीष അതുകൊണ്ട് देता നമുക്ക് है। മനുഷ്യന്റെ പക്ഷം പിടിക്കാതെ ദൈവത്തിന്റെ പക്ഷത്ത് നമ്മൾ എപ്പോഴും ആയിരിക്കാം. हमें कभी मनुष्य के साइड नहीं पर बल्कि परमेश्वर के साइड होना चाहिए। ഇത് ഞാൻ പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. मैंने जैसा बोला कि ये बहुत ही एक आशीषित भजन संगीत है। കഴിഞ്ഞ നാളുകളിലെ വിടുതൽ ഓർത്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് ഇതിൽ കാണുവാൻ കഴിയും. पिछले दिनों का जो छुटकारा जो दिया है उसको याद करते हुए इस वचन को लिखा है। വീണ്ടും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അവർ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. वो लोग दोबारा बोलते हैं कि हमें दोबारा परमेश्वर आप बचा लेना। 85-ന്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 85-ന്റെ भजन 9. संगीत 95 का 9। निश्चय उसके डरवों के उद्धार का समय निकट है, तब पर हमारे परमेश्वर में महिमा का निवास होगा। തിരുമഹത്വം ദേശത്ത് വസിക്കേണ്ടതിന് इसमें लिखा है परमेश्वर की महिमा यहाँ पे होने के लिए രക്ഷഭക്തന്മാരോടടുത്തിരിക്കുന്നു. इसलिए डरवों के उद्धार का समय निकट है। ഇതൊരു പ്രവചന വാക്യമാണ്. ये वचन बहुत आशीषित है। ഇതുവരെ പൂർണ്ണമായിട്ട് നിറവേറിയിട്ടില്ല. ये वचन अभी तक पूरा नहीं हुआ है। നമ്മൾ പലപ്പോഴും ഇതിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. आपने बहुत बार इस वचन से सुना होगा। അതുകൊണ്ട് ഇതിന്റെ ആത്മീയ പശ്ചാത്തലത്തിൽ കൂടെ ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. पर अब ये हम आत्मिक रूप से इस वचन की ओर ആ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ जब हम परमेश्वर के वचन को पढ़ते हैं നോഹയുടെ കാലഘട്ടത്തിന് ശേഷം जब नोहा के समय के बाद ദൈവത്തെ അന്വേഷിക്കുന്ന അല്ല ദൈവത്തെ ആരാധിക്കുന്ന നീതിമാന്മാർ ഇല്ലായിരുന്നു. जो परमेश्वर के खोजने वाले और परमेश्वर की स्तुति महिमा करने वाले कोई व्यक्ति नहीं था। നമുക്ക് ബൈബിൾ കാണുവാൻ കഴിയുന്നില്ല. हमें बाइबल में ऐसा कोई इंसान नहीं അപ്പോൾ दिखता തന്നെ ഏത് കാലഘട്ടത്തിലും ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാർ ലോകത്തിലുണ്ട്. पर हर समय परमेश्वर की आराधना करने वाला एक व्यक्ति इस दुनिया में होता എന്നാൽ है। നോഹയുടെ കാലഘട്ടത്തിന് ശേഷം ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുവാനിടയായി തീർന്നു. नोहा के समय के बाद परमेश्वर ने अब्राहम को बुलाया। അത് ഉൽപ്പത്തി 12-ന്റെ 1-ൽ നമുക്ക് കാണുവാൻ കഴിയും. उत्पत्ति 12 के 1 में वो हम देख सकते ദൈവം हैं। അബ്രഹാമിനെ വിളിക്കുന്ന ആരെങ്കിലും എടുത്തെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കാം. अब्राहम को परमेश्वर ने किस प्रकार बुलाया वो उस वचन में लिखा है। ഉൽപ്പത്തി 12-ന്റെ 1. उत्पत्ति 12 का 1। ആ
ദേശത്തേക്ക് പോകാം. മതി. ഇവിടെ നമുക്ക് അബ്രഹാമിന്റെ വിളിയാണ് നമുക്ക് അവിടെ കാണുവാൻ यहाँ കഴിയുന്നത്. पे हम अब्राहम का बुलावट देख सकते എന്നാൽ हैं। 11-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, जब हम 11वें ഉൽപ്പത്തി 11 നമ്മൾ വായിക്കുമ്പോൾ, उत्पत्ति 11 जब हम पढ़ते हैं तब ആ തേരക തന്റെ മക്കളെ കൂട്ടി യാത്ര പുറപ്പെട്ടതായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നു. वहाँ पे 13 अपने बच्चों के साथ एक यात्रा के लिए निकला है। കനാൻ ദേശത്തേക്ക് പോകുവാനാണ് അവർ യാത്ര പുറപ്പെട്ടതെന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. वहाँ पे इस प्रकार लिखा है कि वो कनान देश की ओर जाने के लिए എന്നാൽ वहाँ से निकले थे। 12-ലാണ് അബ്രഹാമിന്റെ വിളിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. पर उत्पत्ति 12 में अब्राहम के बुलाहट के बारे में लिखा എന്നാൽ है। തേരകല്ല ദൈവശബ്ദം കേട്ടത്, അബ്രഹാമാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഇടയായി തീർന്നത്. तेरह ने परमेश्वर के शब्द को नहीं सुना, बल्कि अब्राहम ने परमेश्वर के शब्द को सुना। അത് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ കയറുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. प्रेरितों के काम उसके 7वें अध्याय में भी लिखा हुआ 7-2 है। തൊട്ട് വായിക്കുമ്പോൾ, 7 के 2 से जब हम पढ़ते കൽദയ हैं तो പട്ടണമായ ഊരിൽ അബ്രഹാം ആയിരിക്കുമ്പോൾ, जब ऊर देश में अब्राहम था, തേജോമനനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. तेजोमय एक परमेश्वर ने देखा, അപ്പോൾ ദൈവമാണ് അബ്രഹാമിനെ വിളിച്ചത്. इसलिए परमेश्वर ने अब्राहम को बुलाया। അബ്രഹാമിന്റെ വിളി കേട്ടാണ് അവർ കുടുംബമായിട്ട് യാത്ര പുറപ്പെടുവാൻ ഇടയായി തീർന്നത്. अब्राहम का बुलाहट सुनकर ही वो लोग एक साथ कुटुंब मिलके बाहर निकले। ഉൽപ്പത്തി 11 നമ്മൾ പഠിക്കുമ്പോൾ, जब उत्पत्ति 11 हम पढ़ते हैं, അവര് കുടുംബമായിട്ട് യാത്ര ചെയ്ത് वो कुटुंब के साथ एक यात्रा के लिए ആ निकले। തേരക് ഹാരാനിൽ വന്ന് അവിടെ പാർക്കുവാൻ തുടങ്ങി. ഹാരാനിൽ വന്ന് അവിടെ പാർക്കുവാൻ തുടങ്ങി. वो लोग हारान देश में आकर रहने लगे। അവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. वहाँ से बहुत सी बातों को कहना है। ഹാരാൻ എന്ന് പറഞ്ഞാൽ ആ കാലത്തെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പട്ടണമായിരുന്നു. हारान जो देश था वो बहुत ही अनुग्रह और आशीष पाया हुआ एक देश। പല പട്ടണങ്ങളിലേക്കും കടന്നു പോകുന്ന പ്രധാന റോഡുകൾ ഹാരാനിൽ കൂടാണ് കടന്നു പോയിരുന്നത്. ज्यादातर जो भी रास्ता पड़ता था वो हारान देश को होकर ही जाता അവിടെ था। താമസിച്ചാൽ വളരെ ഭൗതികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനിടയായി തീരും. जो हारान देश में रहते हैं उनको बहुत ही भौतिक आशीषें मिली हैं। അതുകൊണ്ടായിരിക്കും തേരക് അവിടെ താമസിക്കുവാനിടയായി തീർന്നത്. इसलिए 13 वहाँ रहना चाहता था। എന്നാൽ ദൈവം വിളിച്ചത് ഹാരാനിൽ പാർക്കുവാനല്ല, കനാനിൽ പാർക്കുവാനാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുവാനിടയായി തീർന്നത്. पर उन्हें हारान में रहने के लिए नहीं, परमेश्वर ने अब्राहम को कनान देश में रहने के लिए എന്നാൽ बुलाया। ഹാരാനിൽ വെച്ച് തേരക് മരിക്കുവാനിടയായി തീർന്നു. पर हारान देश में 13 की मृत्यु हो गई। വീണ്ടും 12:1 ദൈവം അബ്രഹാമിനെ വിളിക്കുന്ന വിളിയെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. उत्पत्ति 12 के 1 में परमेश्वर ने अब्राहम को बुलाया। ऐसा लिखा അബ്രഹാമിനെ है। ദൈവം വിളിച്ച് വളരെ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിൽ കൊടുത്തു. परमेश्वर ने अब्राहम को बुला के बहुत वाचाएं और बहुत सारे आशीषों को उसको दिया है। ഉൽപ്പത്തി പുസ്തകം 17-1 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, उत्पत्ति 11 का 1 से जब हम पढ़ते हैं ദൈവം അബ്രഹാമിന് പ്രത്യക്ഷമായി അവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. परमेश्वर ने अब्राहम के सामने परमेश्वर किस प्रकार आया उस बारे में അബ്രഹാമേ, लिखा है। ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, अब्राहम मैं सर्वशक्तिमान परमेश्वर നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. तू मेरे सामने बहुत दीन है, इसलिए मैं तेरे से प्रसन्न हूं। അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് വേണമെങ്കിൽ अगर हमें परमेश्वर का आशीष चाहिए तो ദൈവസന്നിധി നാം നിഷ്കളങ്കരായിരിക്കണം. परमेश्वर की उपस्थिति में हमें निष्कपट होना നമ്മൾ चाहिए। വിശുദ്ധനായിരിക്കണം. हम शुद्ध होने चाहिए। ദൈവികമാകുന്ന പ്രമാണങ്ങളെ നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം. परमेश्वर के वचन को पालन करने वाले व्यक्ति होने चाहिए। 17-ാമത്തെ അധ്യായത്തിൽ അനേക കാര്യങ്ങൾ ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്. ഉൽപ്പത്തി 17 उत्पत्ति 17 में बहुत सी बातों को परमेश्वर ने अब्राहम ഞാൻ को बताया നിന്നെ है। അനുഗ്രഹിക്കും, मैं तुझे आशीष ഞാൻ दूंगा, നിന്റെ തലമുറകളെ അനുഗ്രഹിക്കും, मैं तेरी पीढ़ियों को आशीषित നിന്റെ करूंगा, നിമിത്തം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. तेरे द्वारा इस भूमि में रहने वाले हर एक चीज को आशीष मिलेगा। എന്നാൽ ഉൽപ്പത്തി 17-10 നമ്മൾ വായിക്കുമ്പോൾ, जब उत्पत्ति 17 का 10 में हम पढ़ते हैं അവിടെ ഒരു तब പ്രമാണം ദൈവം അബ്രഹാമിന് കൊടുക്കുകയാണ്. वहाँ पे परमेश्वर ने एक वचन को दिया है। നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാലേ വേദഭാഗം മനസ്സിലാകുകയുള്ളൂ. अगर आप बहुत ध्यान से बैठेंगे तभी आपको ये वचन ആ समझ में ദൈവം आएगा। അബ്രഹാമിന് അവിടെ ഒരു നിയമം കൊടുക്കുകയാണ്. वहाँ पे परमेश्वर अब्राहम से एक वाचा बांध ഒരു रहा है। പ്രമാണം ദൈവം കൊടുക്കുകയാണ്. एक वाचा को परमेश्वर ने वहाँ पे दिया है। അവന്റെ തലമുറകളെല്ലാം പരിച്ഛേദന ഏൽക്കണം. പരിച്ഛേദന ഏൽക്കണം അബ്രഹാമിന്റെ തലമുറകളെല്ലാം. वहाँ पे लिखा 17-10 പഠോ. मेरे साथ बंधी हुई वाचा जिसका पालन तुझे और तेरे पश्चात तेरे वंश को करना पड़ेगा, वे ये है तुम में से एक एक पुरुष का खतना हो। മലയാളം മേബി പഠോ. ശേഷത്തിന്റെ സന്തതിക്കും ബുദ്ധിയുള്ളതും പ്രമാണിക്കുന്നതുമായ നിയമമാണിത്.
നിങ്ങളിൽ പുരുഷപ്രതിയൊക്കെയും പരിശോധനയേൽക്കണം. മതി. ഇവിടെ ദൈവം ഒരു പ്രമാണം വെക്കുകയാണ്, वहाँ पे परमेश्वर ने एक वाचा को ഒരു दिया है, നിയമം വെക്കുകയാണ്. एक नियम दिया है। നിങ്ങളുടെ പുരുഷന്മാരൊക്കെയും പരിച്ഛേദന ഏൽക്കണം. उस एक एक पुरुष का खतना होना है। അതെ, അല്ലെങ്കിൽ ദൈവിക പ്രമാണം അവർ അനുസരിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം അവർക്ക് ലഭിക്കത്തില്ല. अगर वो परमेश्वर के इस वाचा को नहीं मानते हैं तो उन्हें आशीष नहीं मिलेगा। അതുകൊണ്ടാണ് യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കയറുമ്പോൾ योशु 5वें अध्याय में ऐसा लिखा है, 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, 5वें वचन में लिखा है, കനാനിൽ പ്രവേശിച്ച ജനത്തെ യോശുവ ആദ്യം ചെയ്തത് പരിച്ഛേദന കഴിക്കുകയായിരുന്നു. जो कनान देश में पहले आने वाले व्यक्ति को योशु ने खतना किया है। കാരണം എന്തെന്ന് ചോദിച്ചാൽ പരിച്ഛേദന ഏറ്റാലേ കനാനിലെ അവകാശം അവർക്ക് കിട്ടത്തുള്ളൂ. जब खतना होगा तभी कनान देश का जो भी उनको अधिकार है वो मिलेगा। ഞാൻ ഇതിന്റെ ആത്മീയ വശത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്. मैं इसमें का आत्मिक वचन बताना നിങ്ങൾ चाहूंगा। അധികം ഈ വേദഭാഗങ്ങൾ ഇപ്രകാരം കേട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. आपने इस प्रकार इन वचनों के बारे में सुना है, ये मुझे नहीं അപ്പോൾ ഞാൻ पता। പറഞ്ഞു നമ്മൾ അബ്രഹാമിന്റെ മക്കളാണ്. हमने बोला कि हम अब्राहम के बच्चे हैं। അപ്പോൾ അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന പ്രമാണം നമ്മളും അനുസരിക്കണം. अब्राहम को जो वाचाएं परमेश्वर ने दी है वो हम भी पालन करना है। ആ ദൈവമക്കളെ, അപ്പോൾ അബ്രഹാമിന് അവന്റെ തലമുറയും പരിച്ഛേദന ഏൽക്കണമെന്ന് ദൈവത്തിന്റെ പ്രമാണമാണ്. अब्राहम को परमेश्वर ने ऐसा बोला कि खतना करना है। ഞാൻ ദൈവമക്കളെ ഒന്നുകൂടെ പറഞ്ഞാൽ, യേശു ക്രിസ്തു മുഖാന്തരമാണ് നമ്മൾ അബ്രഹാമിന്റെ സന്തതികളായത്. यीशु मसीह के द्वारा ही हम अब्राहम നമ്മൾ ആരാണ്? അബ്രഹാമിന്റെ മക്കളാണ്. हम सब अब्राहम के बच्चे അത് യേശു ക്രിസ്തുവിൽ കൂടെയാണ് നമ്മൾ അബ്രഹാമിന്റെ മക്കളായി തീരുവാൻ ഇടയായി തീർന്നത്. यीशु मसीह के द्वारा हम अब्राहम के बच्चे कहलाते അത് ദൈവമക്കളെ ഗലാത്യ ലേഖനം 3:16 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. गलातियों 3:16 जब हम पढ़ते हैं അവിടെ എഴുതിയിരിക്കുന്നു, वहाँ ऐसा लिखा है, അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. अब्राहम और उसकी संतानों को एक वाचा അവന്റെ मिला। സന്തതികൾക്കും വാഗ്ദത്തം ലഭിച്ചെന്ന് എഴുതിയിരിക്കുമ്പോൾ में लिखा है उनकी संतानों को भी वाचा मिला है। ആത്മാവിൽ പൗലോസ് പറയാണ്, आत्मा में पौलुस कहता है, സന്തതികൾക്കും എന്നല്ല, സന്തതിക്ക് ഒരൊറ്റ വ്യക്തിയെ കുറിച്ച് എടുത്തു പറയുന്നു. एक व्यक्ति के बारे में बोलता है संतान। അത് പഴയ നിയമം പഠിക്കുമ്പോൾ അത് ഇസാക്കാന്ന് നമുക്കറിയാം. जब पुराने नियम में हम पढ़ते हैं तो उसे इसहाक कहते हैं। അബ്രഹാമിന് മക്കൾ പലരുണ്ടായിരുന്നു. अब्राहम के बहुत बच्चे थे। ഇസാക്ക് മാത്രമല്ല, इसहाक ही नहीं, ഇസ്മായേൽ ഉണ്ടായിരുന്നു. इस्माइल भी उसका ആ पुत्र था। കെതൂറയിൽ കൂടെ അനേക മക്കൾ അബ്രഹാമിനുണ്ടായിരുന്നു. करूबा के द्वारा अब्राहम के बहुत सारे അപ്പോൾ बच्चे थे। അബ്രഹാമിന് അനേക മക്കൾ ഉണ്ടായിരുന്നു. अब्राहम के बहुत सारे बच्चे എന്നാൽ थे, വാഗ്ദത്തം കൊടുത്തത് ഇസാക്കിനാണ് കൊടുത്തത്. पर जो वाचा मिला है वो इसहाक को मिला था। നിന്നെയും നിന്റെ സന്തതികളെ ഞാൻ അനുഗ്രഹിക്കും. तुम्हें और तुम्हारी संतान को मैं आशीष दूंगा। എന്നാൽ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, पर गलातियों में पौलुस कहता ആ है, സന്തതി ഇസാക്കല്ല, അത് ക്രിസ്തുവാണെന്ന് പൗലോസ് തെളിയിക്കുകയാണ്. पौलुस कहता है Praise वो the Lord. संतान इसहाक नहीं बल्कि यीशु मसीह है। ദൈവമക്കൾ ഇത് പറയുമ്പോൾ അബ്രഹാമിന് പോലും ഇത് മനസ്സിലായി കാണത്തില്ല. जब ऐसा बोला होगा तब അബ്രഹാമിന് अब्राहम മനസ്സിലായി. को भी ये समझ नहीं आया। പുതിയ നിയമത്തിലാണ് പഴയ നിയമത്തിലെ പല വാക്യങ്ങളുടെ മർമ്മങ്ങൾ, യഥാർത്ഥ അർത്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്. जो पुराने नियम में जो वचन है उसका अर्थ, जो सही अर्थ है वो नए नियम में लिखा है। അബ്രഹാം, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് ദൈവം വാഗ്ദത്തം കൊടുത്തത്. परमेश्वर ने ऐसा एक वचन दिया था कि तू और तेरी संतान इस भूमि में रहने वाले हर एक संतान आशीष ആ पाएगी। സന്തതി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. वो जो संतान है वो यीशु मसीह നിങ്ങൾ है। ഗലാത്യ ലേഖനം വീട്ടിൽ ചെന്ന് വായിക്കുക 3:16. आप लोग घर जाके गलाती 3:16 1-2 से पढ़ें। വാക്യങ്ങളുടെ ഞാൻ തെളിയിക്കാം. 1-2 वचनों को मैं पढ़ के बताना ഗലാത്യർ चाहूंगा। 4:4 പഠിക്കുമ്പോൾ, जब गलातियों 4:4 നമ്മൾ पढ़ेंगे, കഴിഞ്ഞ ആഴ്ച വായിച്ചത് വീണ്ടും ഒന്ന് വായിച്ചാട്ടെ. ഗലാത്യ ലേഖനം കാലസമ്പൂർണ്ണത വന്നപ്പോൾ Yeah. ദൈവത്തിന്റെ പുത്രനെ ആ. സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ചവനായി ആ. ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി ആ. നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങി ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കുക. അപ്പോൾ യഹൂദന്മാരെയും ജാതികളെയും യേശു ക്രിസ്തു തിരഞ്ഞെടുക്കുന്നതായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നത്. वहाँ पे लिखा है परमेश्वर यहूदी लोगों और संतानों को चुन रहा है। അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് ജാതികളുടെ ജീവിതത്തിലും അത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇടയായി തീർന്നു. यीशु मसीह इस दुनिया में आया, वो अनेक जातियों को भी एक आशीष का कारण ഗലാത്യർ हुआ। 3:13 നമ്മൾ പഠിക്കുമ്പോൾ, जब गलातियों 3:13 जब हम पढ़ते हैं तब മരത്തിന്മേൽ തൂങ്ങുന്നവനെ ശപിക്കപ്പെട്ടവനെന്ന്
ന്യായപ്രമാണം പറയുമ്പോൾ वहाँ पे लिखा हुआ है जो पेड़ पे लटकता है वो शापित है। യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നിട്ട് परमेश्वर हमारे लिए शापित होगा। ന്യായപ്രമാണത്തിന്റെ എല്ലാ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. हर एक व्यवस्था से और हर एक शाप से छुड़ाकर അത് ഗലാത്യർ 3:13 ഞാൻ വായിച്ച പ്രസ്താവിച്ച വേദഭാഗം. गलातियों 3:13 है जो मैंने अभी അവിടെ बोला है। എന്തിനാണ് ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി എന്ന് എഴുതിയിട്ടുണ്ട് 14ാമത്തെ വാക്യത്തിൽ. वहाँ पे 3:14 में लिखा हुआ है कि परमेश्वर हमें क्यों അബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. Praise the वहाँ Lord. पे इस प्रकार Yes. लिखा है ये इसलिए हुआ कि अब्राहम की आशीष मसीह यीशु में अन्य जाति तक ദൈവമക്കളെ, അബ്രഹാമിന് അവന്റെ സന്തതികൾക്കുമാണ് ദൈവം അനുഗ്രഹം കൊടുത്തത്. परमेश्वर ने अब्राहम और उसकी संतानों को आशीष दी। ജാതികൾക്ക് ദൈവം ഒരു അനുഗ്രഹം കൊടുത്തിട്ടില്ല. अन्य जातियों को परमेश्वर ने कोई आशीष नहीं दिया। ന്യായപ്രമാണത്തിൽ കൂടെ നമുക്കൊരു അനുഗ്രഹം ദൈവം തന്നിട്ടില്ല. व्यवस्था के द्वारा परमेश्वर ने हमें कोई आशीष नहीं दिया है। ന്യായപ്രമാണ പ്രകാരം നമ്മൾ ശപിക്കപ്പെട്ടവരാണ്. व्यवस्था के अधीनता में हम लोग शापित हैं। നമ്മൾ പാപികളാണ്. हम लोग पापी हैं। നമ്മൾ മരണത്തിന് യോഗ്യരാണ്. हम लोग मृत्यु के योग्य हैं। ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. हमारे जीवन में कोई भी आशीष नहीं എന്നാൽ था। നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ട് पर हमारा यीशु मसीह इस दुनिया में നമുക്ക് आकर വേണ്ടി കാൽവറിയിൽ ശാപമായി തീർന്നു. उसने कालवरी में हमारे लिए वो शापित യേശു നമുക്ക് വേണ്ടി ശാപമായപ്പോൾ നമ്മുടെ ശാപം മാറ്റപ്പെട്ടു. जब Praise the यीशु Lord. हमारे लिए शापित हुआ तब हमारा शाप हट गया। നമ്മൾ ക്രിസ്തുവിൽ കൂടെ അബ്രഹാമിന്റെ മക്കളായി തീർന്നു. हम Praise the यीशु Lord. मसीह के द्वारा हम अब्राहम के ദൈവമക്കളെ, पुत्र നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. हैं। हम लोग कितने आशीष पाए हुए നമ്മുടെ लोग हैं। ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? हमारे परमेश्वर നമ്മുടെ की स्तुति കർത്താവിന് करें। സ്തോത്രം ചെയ്യാമോ? हमें परमेश्वर की स्तुति ഈ करें। ഭൂമിയിലെ ചില ഭൗതിക നന്മകളല്ല നമുക്ക് इस ആവശ്യമായിരിക്കുന്നത്. दुनिया में भी कोई भी भौतिक आशीष हमारे लिए नहीं है। ദൈവമക്കളെ, ഈ ഭൂമിയിൽ എന്നെ നിങ്ങളെ ദൈവം വഴി നടത്തും. നിങ്ങൾ ഭാരപ്പെട്ട് ചിന്തിക്കേണ്ട. നിന്നെ ദൈവം വിളിച്ചെങ്കിൽ ദൈവം നിന്നെ നടത്തിക്കൊള്ളും. इस दुनिया में हमें कैसे जीना है ये आपको चिंता करने की जरूरत नहीं है, क्योंकि ഇതിനപ്പുറമായ ചില അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. परमेश्वर ने बहुत सी आशीषें उस स्वर्ग में हमारे लिए അതാണ് तैयार किया പത്രോസ് है। പറയുന്നത്, ഒരിക്കലും നശിച്ചു പോകാത്ത ഉത്തമമായ സമ്പത്ത് നമുക്ക് സ്വർഗത്തിലുണ്ട്. इस प्रकार पत्रस कहता है कि जो कभी न नाश Yes. होने वाला ऐसा एक आशीष परमेश्वर ने അത് स्वर्ग में रखा है। പ്രാപിക്കുവാൻ ഈ നാളുകളിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ട സ്ഥിരതയോടോടാം. जब वो अगर वो उन सब आशीषों को प्राप्त करना है तो परमेश्वर की ओर फिर कर उसकी स्तुति महिमा करना है। ദൈവമക്കളെ, നമ്മുടെ കാഴ്ചപ്പാട് ഈ ഭൂമിയിലാകരുത്. हमारा ध्यान इस भूमि में नहीं होना चाहिए। അബ്രഹാമിനെ കുറിച്ച് നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം പഠിക്കുമ്പോൾ जब इब्रानियों 11 हम पढ़ते हैं तब ദൈവം ഒരു വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം കൊടുത്തെങ്കിലും परमेश्वर ने बहुत ही आशीष और वचन हमें वाचा അബ്രഹാമിനെ കുറിച്ച് എഴുതി അവൻ ബഹുസമ്പന്നനെന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞവനാണ് അബ്രഹാം. उसमें लिखा है कि अब्राहम एक परिपूर्ण व्यक्ति ആ था। വളരെ ഭൗതിക നന്മകളുടെ അനുഗ്രഹം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. अब्राहम के Praise the जीवन Lord. में भौतिक आशीषें सब कुछ എന്നാൽ उसके जीवन അബ്രഹാമിനെ में था। കുറിച്ച് എഴുതിയിരിക്കുന്നത് वहाँ पे अब्राहम के बारे में इस അവൻ प्रकार लिखा है, ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്ത് Praise वो the Lord. अब्राहम Yes. और इसहाक के साथ रहकर തമ്പു മേരേക്ക് तंबू में रहकर ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. Praise the परमेश्वर Lord. का Yes. एक खंबा ठहर कर वो वहाँ पे रहा। ഇതിനാണ് ആത്മീയമാകുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത്. इसमें Praise the Lord. यही है आत्मिक वचन। ദൈവമക്കളെ, ഞാനും നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ ദൃഷ്ടി പതിയരുത്. जब हम Praise इस the दुनिया Lord. में रहते Yes. हैं तो हम लोगों को ये ഈ दुनिया ही चीजों में नहीं കാണുന്നതെല്ലാം നശ്വരമാണ്. ये जो हम देखते हैं ये सब नष्ट हो പൗലോസ് जाएगा। പറയുന്നു, पौलुस कहता है കാണാത്തതിനാൽ നിങ്ങൾ പ്രത്യാശിതയിൽ ക്ഷമയോടെ കാത്തിരിക്കുക. अगर हम Praise the Lord. अंधे की वस्तु पर अगर हम विश्वास रखते हैं तो നിങ്ങളുടെ ഉള്ള हमें मिलेगा। ക്ഷീണിച്ചു മടുത്തു പോകല്ലേ. എബ്രായർ 10 പൗലോസ് പറയുന്നു, इब्रानियों 10 में लिखा है कि तुम बलहीन मत होना। വിവിധങ്ങളാകുന്ന വിഷയത്തോടെ കടന്നു പോകുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ ഹൃദയം പലപ്പോഴും ക്ഷീണിച്ചു മടുക്കാറുണ്ട്. जब नष्ट Praise होने the वाले Lord. किसी परेशानी के हम जाते हैं तो हम लोग എന്നാൽ നിങ്ങൾ ക്ഷീണിച്ചു മടുത്തു പോകല്ലെന്ന് പൗലോസ് വ്യക്തമായി വിളിച്ചു പറയുകയാണ്. पर आप उस टाइम Yes. आप रुकना नहीं। ആ നിങ്ങൾ ക്ഷീണിക്കല്ലേ, നിങ്ങൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് മടുത്തു പോകല്ലേ ദൈവ പൈതലേ. आप लोग बलहीन नहीं होना है उस वक्त। പൗലോസ് എഴുതിയിരിക്കുന്ന എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
उसमें पौलुस ने लिखा है എബ്രായർ कि जो 10:35 परमेश्वर അവിടെ നമുക്ക് കാണുവാൻ കഴിയും. इब्रानियों 10:35 में ऐसा ഒന്ന് लिखा വായിച്ച है। മലയാളത്തിലും ഹിന്ദിയിലും ജൽദി പഠോ. എബ്രായനി 10:35. इसलिए अपना हियाव ना छोड़ो क्योंकि उसका प्रतिफल बड़ा है। വയറ് മലയാളത്തിൽ വയറ്. അതുകൊണ്ട് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്തു ആ വാഗ്ദത്തം പ്രാപിപ്പാൻ ആ സഹിഷ്ണു നിങ്ങൾ സഹിഷ്ണു നിങ്ങൾക്ക് ആവശ്യം ഇനി എത്രയോ അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ള ഒരു താമസിക്കുകയുമില്ല. ആ എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. Praise the Lord. पर मेरा धर्मी जन विश्वास के द्वारा ദൈവമക്കളെ, जीवित रहेगा। വിവിധങ്ങളാകുന്ന പ്രതികൂലത്തിന്റെ കാറ്റുകൾ ജീവിതത്തിൽ അടിക്കുമ്പോൾ हमारे जीवन में बहुत परेशानियां അവിടെ मुसीबतें जब എല്ലാം आती തളർന്നും हैं, ക്ഷീണിച്ചു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ हम लोग उस टाइम बहुत ही बलहीन वगैरह വചനം हो जाते പറയുന്നു, हैं। നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ക്ഷീണിച്ചു മടുത്തു പോകരുത്. वचन में लिखा है कि तुम वहां पे नष्ट मत നീ होना। ക്ഷീണിച്ചു മടുക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? आप जब बलहीन हो जाएंगे तब आपको क्या എബ്രായർ करना चाहिए? 12 അത് എഴുതിയിട്ടുണ്ട്. इब्रानियों 12 में लिखा है, യേശുവിന്റെ മുഖത്തേക്ക് നോക്കണം. आप परमेश्वर की ओर देखिए നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ जिससे कि आप नष्ट ना हो। പാപികളാൽ ഇങ്ങനെ വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു जिसने सारा पाप को सहा है, आप उसको ध्यान करें। ദൈവമക്കളെ, നിനക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ, जब आप खड़े नहीं रह सकते, ऐसी अवस्थाएं आपके जीवन में നിനക്ക് जब आती മുന്നോട്ട് हैं, പോകാൻ കഴിയാത്ത വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ, बहुत सारी परेशानियां आपके जीवन में जब आती हैं, എന്നെ കൊണ്ട് നീ പറ്റത്തില്ല കർത്താവേ എന്ന് നീ പറയുമ്പോൾ, मुझसे नहीं होगा इस प्रकार आप जब നീ कहते हैं तब എന്ത് ചെയ്യണം? आप क्या करना है? വിശ്വാസിയെ നിന്നോടാണ് ദൈവവചനം സംസാരിക്കുന്നത്. हे विश्वासियों में आप लोग से बात कर നിന്റെ रहा हूँ। പ്രതികൂലത്തിൽ നീ എന്ത് ചെയ്യണം? आपकी प्रतिकूल अवस्था में आपको क्या നിന്റെ करना चाहिए? പ്രയാസങ്ങളിൽ നീ എന്ത് ചെയ്യണം? आपके परेशानियों में क्या करना നിന്നോട് है? കൂടെ ആരുമില്ലാത്തപ്പോൾ നീ എന്ത് ചെയ്യണം? आपके साथ जब कोई नहीं होता तब क्या യേശുവിനെ करना है? ധ്യാനിക്കുവാൻ. आप परमेश्वर की ओर ताके। Praise the Lord, praise the Lord, hallelujah. ദൈവവചനപ്രകാരം നീ മുന്നോട്ട് പോയാൽ, अगर आप परमेश्वर के वचन के अनुसार आगे जाएं, ദൈവമക്കളെ, പ്രതികൂലം വരുമ്പോൾ നീ പിറുപിറുക്കിയല്ല വേണ്ടത്. जब परेशानी आएगी तो आप लोग कुड़कुड़ाना नहीं। നമ്മൾ എന്താണ് ചെയ്യുന്നത്? हम क्या करते हैं? പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ जब दुख मुसीबत हमारे जीवन में അന്ന് आती है, പ്രാർത്ഥിക്കത്ത് പോലുമില്ല. हम प्रार्थना भी नहीं करते। ഇതല്ല ദൈവമക്കളെ നമ്മുടെ അവസ്ഥ. ये है हमारी अवस्था। ഹല്ലേലൂയ. നീ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ ദൈവിക കൽപ്പന അനുസരിച്ചാലേ ദൈവിക അനുഗ്രഹം കിട്ടത്തുള്ളൂ. अगर हम परमेश्वर की कल्पनाओं का पालन करें तभी हमें आशीष मिलेगा। അത് ഇസ്രായേലിന് മാത്രമല്ല, പുതിയ നിയമ ഇസ്രായേലും നമ്മുടെ ജീവിതത്തിലും അത് അങ്ങനെ തന്നെയാണ്. जो नए इस्राएल है और हम में भी यही सब लागू ദൈവ होता है। കൽപ്പന എന്തു പറയുന്നത് അനുസരിക്കുവാൻ നീ തയ്യാറായാൽ അനുഗ്രഹം നിശ്ചയമാണ്. अगर आप Praise the परमेश्वर Lord. की कल्पनाओं को पालन करने के लिए तैयार होते हैं तो അപ്പോൾ परमेश्वर का നിന്റെ आशीष ഉള്ളിൽ मिलेगा। ക്ഷീണം കടന്നു വരുമ്പോൾ, जब yes, आपके अंदर कोई तकलीफ आती है, പ്രതികൂല അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ कोई प्रतिकूल अवस्था आपके നീ जीवन में, മാറിയിരിക്കുകയല്ല വേണ്ടത്. आपको दूर हटके नहीं നിന്റെ बैठना है। റൂമിന്റെ അകത്ത് കടന്നിട്ട്, अपने रूम के अंदर നിന്റെ जाके, വാതിലടച്ചിട്ട്, अपने दरवाजा को നിന്റെ बंद करके, ഹൃദയത്തെ നീ ദൈവസന്നിധി പകരുവാൻ തയ്യാറായാൽ, अपने हृदय को खोल के परमेश्वर के सामने നിന്റെ रखिए। വിജയത്തെ യേശുവിന്റെ പാദപീഠത്തിൽ ഇറക്കി വെക്കുവാൻ നീ തയ്യാറായാൽ, अपनी परेशानियों को परमेश्वर के सामने നീ बोलिए। ഹൃദയം തുറന്ന് അതെന്നുറങ്ങി നിനക്ക് കരയുവാൻ കഴിയുമെങ്കിൽ, अगर आप हृदय को खोल के रो कर प्रार्थना ദൈവം करें നിന്റെ तो റൂമിൽ ഇറങ്ങി വരും. परमेश्वर आपके रूम के अंदर ദൈവം उतर के നിന്റെ आएगा। റൂമിൽ ഇറങ്ങി വരുമെന്ന്, परमेश्वर आपके रूम के अंदर ദൈവം നിന്റെ उतर के आएगा। പ്രാർത്ഥനയിൽ ഇറങ്ങി വരുമെന്ന്, परमेश्वर तुम्हारे प्रार्थना में ദൈവം उतर നിന്റെ के आएगा। കണ്ണുനീരിൽ ഇറങ്ങി വരുമെന്ന്, परमेश्वर आपके आंसू में ദൈവം उतर നിന്റെ के കരച്ചിൽ आएगा। ഇറങ്ങി വരുമെന്ന്. परमेश्वर आपके रोने पे उतर के ഹൃദയം आएगा। നുറുങ്ങിയവർക്ക് യഹോവ സമീപ സന്മാനസ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. परमेश्वर ने ऐसे लिखा है, टूटे मन वाले वो समीप रहता है, ദൈവമക്കളെ, विषयों को उद्धार करता ഞാൻ है। മടങ്ങി വരട്ടെ. मैं लौट कर आऊंगा। നമ്മൾ ഹല്ലേലൂയ ദൈവമക്കളെ, യേശു ക്രിസ്തുവിൽ കൂടെ അബ്രഹാമിന്റെ സന്തതിയാണ്. हम यीशु मसीह के द्वारा अब्राहम के बच्चे हैं। റോമർ 11:17 നമ്മൾ വായിക്കുമ്പോൾ, रोमर റോമർ 17 का 7 में നമ്മൾ അവിടെ ഇപ്രകാരം നമുക്കറിയാവുന്ന വേഗം 11:17 വാക്യത്തിൽ 11 का 17 ആ കാട്ടൊലിവായ നിന്നെ അവരുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. മതി. മല ഹിന്ദി में पर यदि कुछ डालियां तोड़ दी गई और तू जंगली जैतून होकर उसमें सड़ा गया। നമ്മൾ ആരായിരുന്നു? കാട്ടൊലിവ് വൃക്ഷങ്ങളായിരുന്നു നമ്മൾ. हम लोग जो जैतून के थे, കാട്ടിൽ വളരുന്ന കാട്ടൊലിവ്. जब हम जंगली जैतून യാ. थे, എന്നാൽ ദൈവം നമ്മെ മുറിച്ചവിടെ നിന്നു. परमेश्वर ने हमें वहां से काट दिया। എങ്ങനെ നമ്മൾ അബ്രഹാമിന്റെ സന്തതികളായെന്ന് പറയുക?
हम लोग अब्राहम की संतान कैसे हुए इस बारे में बता रहा हूं। എങ്ങനെയാണ് അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടിയെന്നാണ് ഈ പറയുന്നത്. अब्राहम का आशीष हमें कैसे मिला इसके बारे में നമ്മൾ बता रहा हूं। കാട്ടൊലുവായിരുന്നു, हम लोग जैतून थे, നമുക്ക് യാതൊരു അനുഗ്രഹങ്ങളുമില്ല. हमें कोई आशीष नहीं था। റോമാലേഖനം വായിച്ചു വരുമ്പോൾ जब रोमियो की पत्री पढ़ते हैं വാഗ്ദത്തങ്ങളും അനുഗ്രഹം എല്ലാം ഇസ്രായേലിനുള്ളത്, वाचा और हर आशीष इस्राएल के लिए है। പിതാക്കന്മാരും അവർക്കുള്ളത്, जो पिता लोग हैं वो भी उनके लिए, ക്രിസ്തുവും അവർക്കുള്ളത്, जो यीशु मसीह है वो भी उनके लिए, നമുക്കൊന്നുമില്ല. हमारे लिए कुछ भी नहीं है। നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. हमें परमेश्वर की स्तुति करनी चाहिए। ആകെ ചിന്തകൾ കളഞ്ഞിട്ട് ദൈവമക്കളെ, നിന്നെ ദൈവം തെരഞ്ഞെടുത്ത് നിനക്ക് തന്ന അനുഗ്രഹത്തെ ഓർത്ത് ഇവിടുന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി परमेश्वर ने ലോർഡ്. हमें चुना है, इसलिए आप यहाँ पे बैठ के उसकी स्तुति करें। ഞാൻ ഇന്ന് ഈ കാട്ടൊലുവായിരുന്നു, हम लोग और आप जंगली അവിടെ जैतून थे, നമ്മളെ വെട്ടിയിട്ട് वहां से उसने काट कर നല്ലൊലുവായിരിക്കുന്ന एक अच्छा जैतून, അതിന്റെ കൊമ്പുകൾ, അതിൻ്റെതായിരിക്കുന്ന കൊമ്പുകളെ മുറിച്ച് കളഞ്ഞിട്ട് उसके कुछ जड़ों को उसने काट कर കാട്ടൊലുവായി നമ്മെ അവിടെ ഒട്ടിച്ചു വെച്ചു. उसने एक अच्छा जैतून करके हमें वहां चिपका दिया। അവിടെ എഴുതിയിരിക്കുന്നത്, वहां पे इस प्रकार അപ്പോൾ लिखा അത് है, വേര് വലിച്ചെടുക്കുന്ന എല്ലാ അനുഗ്രഹം നമ്മിലേക്ക് വരികയാണ്. जो Yes. उसकी जड़ जो भी मतलब सींचता है वो आशीष हम सबको मिलती है। നല്ലൊലുവെന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലാണ്. जो अच्छा जैतून है वो इस्राएल ഇത് है। തെറ്റായിട്ടൊക്കെ വ്യാഖ്യാനിക്കുന്ന പലരുണ്ട്. इसे गलत रीति से व्याख्यान करने वाले लोग हैं। കാട്ടൊലുവ് നമ്മള്, जंगली जैतून हम लोग, നല്ലൊലുവ് ഇസ്രായേലാണ്. अच्छा जैतून इस्राएल അതിന്റെ है। പ്രധാന വേരെന്ന് പറയുന്നത് उसका जो जड़ है वो അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബാണ്. अब्राहम, इसहाक और याकूब है। അവർക്കാണ് വാഗ്ദത്തങ്ങൾ ദൈവം കൊടുത്തത്. उनको परमेश्वर ने वाचाओं को दिया। അബ്രഹാമിന്റെ വാഗ്ദത്തം ഇസ്ഹാക്കിന് മേൽ വരികയാണ്. अब्राहम का जो वाचा है वो इसहाक के അല്ല, ऊपर आता ഇസ്ഹാക്കിനെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. है। इसहाक को भी परमेश्वर आशीष देता ഇസ്ഹാക്കിന്റെ है। അനുഗ്രഹം യാക്കോബിൽ വരികയാണ്. इसहाक का आशीष याकूब में आता ആ है। യാക്കോബിന്റെ അനുഗ്രഹം തലമുറകളിലേക്ക്, ഇസ്രായേൽ സകല വ്യക്തികളിലേക്കും വ്യാപരിക്കുകയാണ്. और याकूब के बाद बाकी सारे इस्राएल के संतानों के ऊपर आता അപ്പോൾ है। നല്ലൊരു എന്ന് പറയുന്നത് ഇസ്രായേലും, अच्छा जो जैतून है वो इस्राएल, അതിന്റെ വേരെന്ന് പറയുന്നത് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബാണ്. उसका जड़ अब्राहम, इसहाक और याकूब അവരിൽ है। കൂടെയാണ് അനുഗ്രഹം ആ ഇസ്രായേൽ മരത്തിൽ മൊത്തമായിട്ട് വ്യാപരിക്കുന്നത്. उनके द्वारा जो मिला हुआ आशीष सारा वो इस्राएल के ശ്രദ്ധിക്കണമേ, അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് വരേണ്ടതിന് अब्राहम का जो आशीष जो हमें मिलना ചില है, കൊമ്പുകളെ മുറിച്ചു കളഞ്ഞിട്ട് कुछ जड़ों को काट कर നമ്മളെ അവിടെ ഒട്ടിച്ചു. उन डालियों पर हमें ഇപ്പോൾ चिपका നമ്മളാണ് दिया। നല്ലൊരുവ്. अब हम अच्छा ദൈവത്തിന് സ്തോത്രം ചെയ്ത ദൈവമൈതലേ, हालेलुया। ഞാനും നിങ്ങൾ കാട്ടൊലുവല്ല, നല്ലൊലുവാണ്. आप और मैं जंगली जैतून या അബ്രഹാമിന്റെ, ഇസാക്കിന്റെ എല്ലാ അനുഗ്രഹമല്ലേ നമ്മൾ ജാതികളായ നമ്മിലേക്ക് കടന്നു വരികയാണ്. Praise the अब्राहम, Lord. इसहाक और याकूब को जो मिला हुआ आशीष है അപ്പോൾ वो अन्य जातियों को भी അബ്രഹാമിന്റെ मिला है। സന്തതിയായ യേശു ക്രിസ്തുവിൽ കൂടെ ജാതികളായ ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. Praise the Lord. अब्राहम और पिता के यीशु मसीह के द्वारा जो भी आशीषें मिली है वो हम पर അബ്രഹാമിന്റെ आती है। സകല അനുഗ്രഹങ്ങൾ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. अब्राहम को मिला हुआ हर एक आशीष यीशु मसीह के द्वारा हमें भी मिला है। ഇനിയും പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമേ. अब जो वचनों को बोलूंगा वो ध्यान से അപ്പോൾ सुनिएगा। ഞാൻ പറഞ്ഞ ആത്മീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ जब हम आत्मिक रूप से इसका विचार करते हैं, അബ്രഹാമിനോട് ചെയ്ത നിയമത്തെ നമ്മൾ അനുസരിക്കണം. अब्राहम को जो परमेश्वर ने नियम दिए वो हमें भी पालन करना है। എന്ന് വെച്ചാൽ നമ്മളും പരിച്ഛേദന ഏൽക്കണം. इसका मतलब ये है कि हमें भी खतना करना है। ഇത് നിങ്ങൾ അധികം കേട്ട് കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. आप लोग ने इस वचन को ज्यादा नहीं सुना അതെ, होगा। നമ്മൾ അബ്രഹാമിന്റെ സന്തതിയാണെങ്കിൽ अगर हम अब्राहम की संतान है तो ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ जब आत्मिक रूप से विचार करते നമ്മൾ हैं പരിച്ഛേദന ഏൽക്കണം. हम भी खतना करना है। നമുക്ക് ദൈവവചനത്തിൽ കൂടെ ഒന്ന് ചിന്തിക്കാം, हम परमेश्वर के वचन से पढ़ेंगे എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ये कैसे हो सकता है। ആരാണ് നമ്മളെ പരിച്ഛേദന ചെയ്തത്? कौन हमें खतना करेगा। നമ്മൾ പരിച്ഛേദന ഏറ്റവരാണോ? क्या हमने खतना प्राप्त किए हुए हैं। എടുക്കാം, എല്ലാവരും എടുത്താട്ട് കൊലോസ്യ ലേഖനം എടുത്താട്ട് सब लोग कोलोसियों की पत्री निकालेंगे। രണ്ടാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഹിന്ദിയിലും മലയാളത്തിലും വായിക്കാം. കൊലോസ്യർ 2:11. कोलोसियों 2:11। അവരിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു। हिंदी में मैं पढ़ू. अंकल तो पढ़ो, कोई नहीं. उसी में तुम्हारा भी ऐसा खतना जो आँख से नहीं होता, हाँ अर्थात मसीह का खतना शारीरिक देवता दी जाती है।
ഇപ്പോൾ നമ്മൾ ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ जब हम इस वचन को पढ़ते हैं, നമ്മൾ ഏറ്റ പരിച്ഛേദന എന്ന് പറയുന്ന അക്ഷരീയമായ പരിച്ഛേദനയല്ല നമ്മൾ ഇട്ടിരിക്കുന്നത്. जो खतना हमें मिला है वो ഇവിടെ എഴുതിയിരിക്കുന്ന കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന, ആത്മീയ പരിച്ഛേദനയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. वहाँ पे लिखा है हाथ से दिया हुआ खतना नहीं है. ആ ദൈവമക്കളെ എപ്പോഴാണ് നമ്മുടെ അകത്ത് പരിച്ഛേദന കടന്നു വന്നത്? हमारे अंदर कब खतना आया? എപ്പോഴാണ് നമ്മൾ പരിച്ഛേദന ഏറ്റവരായി തീർന്നത്? हमने कब खतना को प्राप्त किया? അതിന്റെ 2:11 വാക്യം ഒന്നുകൂടെ എടുത്ത് വായിച്ചാട്ടെ. 2:11 दोबारा पढ़ेंगे. അവരിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ആ. ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ നമുക്ക് പരിച്ഛേദന ലഭിച്ചിരിക്കുകയാണ്. शारीरिक देह को उतार दिया जाता है तब हम खतना प्राप्त करते ദൈവമക്കളെ हैं. അക്ഷരീയമായ പരിച്ഛേദന എന്ന് പറയുന്നത് वहाँ पे जो शारीरिक खतना बोला ആ है, ദൈവമക്കളെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പരിച്ഛേദന എന്ന് പറയുന്ന ശരീരത്തിന്റെ ഒരു അംശം മുറിച്ചു കളയുന്നതായിരുന്നു അവരുടെ പരിച്ഛേദന എന്ന് പറയുന്നത്. जो इस्राएल का खतना था उसमें शरीर का एक हिस्सा എന്നാൽ काटकर പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ച് जो नए नियम के विश्वासी हैं, उनके ശരീരത്തിന്റെ ഒരു ഭാഗമല്ല മുറിച്ചു കളയുന്നത്, शरीर का एक हिस्सा नहीं काटते, മുഴുജഡ മനുഷ്യനെയും മുറിച്ചു കളയാണ്, ഉരിഞ്ഞു മാറ്റുകയാണ്, ക്രൂശിൽ തറയ്ക്കുകയാണ്, കൊല്ലുകയാണ്. जो पुराना मनुष्य है उसको पूरी तरीके से नष्ट कर देते हैं. എപ്പോഴാണ് നമുക്ക് പരിച്ഛേദന എത്തിയത്? हम कब परिच्छेदना ഈ लेते हैं? ജഡശരീരത്തെ ഉരിഞ്ഞു കളഞ്ഞപ്പോൾ അല്ലെങ്കിൽ കൊന്നു കളഞ്ഞപ്പോൾ, ക്രൂശി തറച്ചപ്പോൾ. जब हम इस जड़ का जो शरीर है इसको पूरी तरीके से उतार कर फेंकते हैं. എപ്പോഴാണ് നമ്മുടെ ജഡശരീരത്തെ ഉരിഞ്ഞു കളഞ്ഞത്? कब हम इस जड़ के ये शरीर को हम നമ്മൾ नष्ट करते हैं? ക്രിസ്തുവിലായപ്പോൾ, जब हम मसीह यीशु യേശു में ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ചപ്പോൾ जब हम परमेश्वर का उद्धार पाते हैं, പഴയതെല്ലാം കഴിഞ്ഞുപോയി. जो पुराना था वो बीत गया, കണ്ടാൽ സകലതും പുതിയത്. देखो तो सब कुछ नया है. അപ്പോൾ ദൈവമക്കളെ യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തിയായി തീരുമ്പോൾ हम जब यीशु मसीह में एक व्यक्ति അവൻ है, പരിച്ഛേദന ഏൽക്കുകയാണ്, वो खतना प्राप्त किया അവൻ हुआ है, പ്രമാണം അനുസരിക്കുകയാണ്. वो परमेश्वर के वचनों को पालन करता है. അവനാണ് ദൈവികമായ അനുഗ്രഹങ്ങൾ അവന്റെ ജീവിതത്തിലാണ് ലഭിക്കുന്നത്. वही परमेश्वर के आशीषों को उसके जीवन में मिलता है. അപ്പോൾ ദൈവമക്കളെ നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? हम लोग ने कैसे उद्धार पाया ഈ है? വാക്യം എല്ലാവരും കാണാതെ പഠിച്ചിരിക്കണം. सब लोग इस वचन को बिना देखे എങ്ങനെയാണ് पढ़ना है. രക്ഷിക്കപ്പെടുന്നത് ആരെങ്കിലും ചോദിച്ചാൽ പലർക്കും നമുക്ക് അറിയാമെങ്കിലും बहुत लोग जानते हैं कि हमने उद्धार कैसे प्राप्त किया है, फिर റോമാലേഖനം 10:9-10 വാക്യങ്ങൾ എല്ലാവരും കാണാതെ പഠിച്ചിരിക്കണം. भी रोमियो 10 10:9-10 വാക്യങ്ങൾ. 9 और 11 पर हमने बिना ഇതെല്ലാം देखे ഒരാൾ पढ़ना വന്ന് है. ചോദിക്കുക എങ്ങനെ രക്ഷിക്കപ്പെടുന്നത് ചോദിച്ചാൽ हमने कैसे उद्धार प्राप्त किया है പല बोलेंगे കാര്യങ്ങൾ तो പറഞ്ഞു കൊടുക്കുവാൻ കഴിയുമെങ്കിലും बहुत सारे बातों को हम ഈ बता देते हैं, വാക്യമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. पर हमें सच में इस वचन को बोलना ഒന്ന് चाहिए. വായിച്ചാട്ട്. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും യാ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ആ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ആ. രക്ഷിക്കപ്പെടും. എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെടുന്നത്? മലയാളം ഹിന്ദി हम कैसे उद्धार पाते हैं कि यदि तू अपने मुंह से यीशु को प्रभु जानकर अंगीकार करे और अपने मन से विश्वास करे कि परमेश्वर ने उसे मरे हुओं में जिलाया, तू तो निश्चय उद्धार पाएगा, क्योंकि धार्मिकता के लिए मन से विश्वास किया जाता है और उद्धार के लिए मुंह से अंगीकार किया जाता है. അപ്പോൾ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ചപ്പോൾ, जब हमने यीशु मसीह में विश्वास നമ്മുടെ किया, കർത്താവും രക്ഷകനുമായി യേശുവിനെ സ്വീകരിച്ചപ്പോൾ जब हमने परमेश्वर को अपना पिता परमेश्वर നാം जानकर ദൈവമക്കളായി തീരുകയും हम परमेश्वर के बच्चे हो, ആത്മീയമായ പരിച്ഛേദന നമ്മിൽ നടക്കുവാൻ ഇടയായി തീരുകയും ചെയ്തു. जो आत्मिक खतना है वो हमें मिल जाता है. അതുകൊണ്ടാണ് ഗലാത്യർ 2-ാം गलातियों 2 का അതിന്റെ 16 വാക്യത്തിലാണ് പൗലോസ് പറയുന്നുണ്ട്, उसके 16वां में पौलुस इस प्रकार कहता है, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. अब मैं नहीं जीवित रहा, मेरे अंदर मसीह यीशु जीवित है. എന്റെ ജഡത്തെ ഞാൻ ഉരിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. मेरा जो जड़ है वो എന്റെ मैंने उतार പഴയ दिया है. മനുഷ്യൻ മരിച്ചിരിക്കുകയാണ്. मेरा जो पुराना मनुष्य था അപ്പോൾ वो मर गया है. മരിച്ച മനുഷ്യനിൽ പിന്നെ ജീവിക്കുന്നത് ആരാണ്? जो मृत्यु हुआ मनुष्य में कौन जीवित रहता ക്രിസ്തുവാണ് है? എന്നിൽ ജീവിക്കുന്നത്. मेरे अंदर मसीह यीशु ദൈവമക്കളെ जीवित ശോധന ചെയ്യാൻ ക്രിസ്തുവാണോ നമ്മിൽ വസിക്കുന്നത്? है. आप अपने आप को जांचें कि आपके अंदर मसीह यीशु जीवित है क्या? ദൈവമക്കളെ ക്രിസ്ത്യ ജീവിതം ഈസി അല്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. मसीह Praise the जीवन Lord. इतना आसान नहीं है. ദൈവവചനപ്രകാരം ജീവിച്ചാലേ സ്വർഗ്ഗത്തിൽ പോകത്തുള്ളൂ. परमेश्वर के Praise the वचन Lord. के Yes. अनुसार जिएंगे तभी हम स्वर्ग में जाएंगे. രക്ഷിക്കപ്പെട്ടെന്നിരിക്കാം, സ്നാനപ്പെട്ടെന്നിരിക്കാം. हमने उद्धार पाया, हमने बपतिस्मा भी
അന്യഭാഷ പറയുന്നുണ്ടെന്നിരിക്കാം, हम अन्य भाषाएं भी എല്ലാ बोलते हैं। സഭായോഗത്തിനും വരുന്നുണ്ടെന്നിരിക്കാം. हर एक संडे परमेश्वर की आराधनालय में जाते हैं। യഥാർത്ഥമായ ക്രിസ്തുവാണോ എന്നിലും നിങ്ങളിലും വസിക്കുന്നത്? क्या सच परमेश्वर हमारे अंदर आपके अंदर वास ക്രിസ്തു करता है? നിങ്ങളിൽ ഉണ്ടെങ്കിൽ ജഡത്തിന്റെ സ്വഭാവം വെളിപ്പെടത്തില്ല. अगर Yes. हमारे अंदर मसीह यीशु है तो जड़ का स्वभाव हमारे बाहर नहीं ദൈവമക്കളെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്കകത്ത് പഴയ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. रहेगा। जो Yes. उद्धार पाया हुआ एक मसीह में जो रहने वाला व्यक्ति है उसके अंदर कोई पुराना स्वभाव പഴയ नहीं है। മനുഷ്യന്റെ സ്വഭാവം നമ്മൾ കടന്നു വരാൻ പാടില്ല. जो पुराने Yes. मनुष्य का जो स्वभाव है वो हमारे अंदर नहीं ഗലാത്യ आएगा। ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്ന ജഡത്തിന്റെ പ്രവൃത്തി നമ്മൾ ഉണ്ടെങ്കിൽ गलातिया Yes. 5 में लिखा है कि अगर जो हमारे पुराने मनुष्य का स्वभाव हमारे अंदर है तो കോപം നമ്മളകത്തുണ്ടോ? हमारे अंदर क्रोध है क्या? ആ ദൈവമക്കളെ അല്ല യഥാർത്ഥമായി സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? हम अपने Yes. भाई बहनों को हम क्या प्यार कर पाते പക हैं? പിണക്കം നമ്മുടെ അകത്തുണ്ടോ? क्या हमारे अंदर एक रिवेंज लेने की एक वो ദൈവമക്കളെ रहती है? എത്ര വട്ടമാണ് ഞാൻ നിങ്ങൾ ക്ഷമിക്കേണ്ടത്? आप और हम कितनी बार क्षमा करते हैं? 7 വട്ടം മതിയോ എന്ന് പത്രോസ് ചോദിക്കുമ്പോൾ पत्रोस पूछता है क्या 7 490 പ്രാവശ്യം നീ ക്ഷമിക്കണമെന്നാണ്. 70 कितनी बार भी आप क्षमा कर सकते हो उतनी എന്ന് बार പറഞ്ഞ क्षमा करें। സഹോദരൻ എത്ര അവൻ പിഴച്ചോണ്ടിരുന്ന നീ ക്ഷമിച്ചുകൊണ്ടിരിക്കണം. अगर Praise the आपका Lord. भाई बहन कितना भी गलती करता है अगर क्षमा मांगता है तो क्षमा करना है। ഫിലിപ്പിയർ അങ്ങനെ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ फिलिपियो 2 में लिखा യേശു है ക്രിസ്തുവിന്റെ ഭാവം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിന്റെ മനസ്സ് നമ്മുടെ അകത്തുണ്ടായിരിക്കണം. यीशु मसीह का एक मन हमारे अंदर होना ദൈവമക്കളെ चाहिए। എപ്പോഴും ഒരു താഴ്മ നമ്മുടെ അകത്തുണ്ടായിരിക്കണം. हमारे अंदर एक दीनता होनी അതേ चाहिए നാം ക്രിസ്തുവിനുള്ളവരാണ്. क्योंकि हम मसीह के लिए हैं। ത്രിയേക ദൈവമാണ് നമ്മുടെ അകത്ത് വാഴുന്നത്. ദൈവത്തിനെ നമ്മൾ മനസ്സിലാക്കണം. हमारे अंदर कैसा एक परमेश्वर वास करता है कि हमें പൗലോസ് जानना പറയുന്നു चाहिए। മഹത്വത്തിന്റെ പ്രത്യാശ ഇരിക്കുന്ന ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു. कोलोसियों में लिखा है जो बहुत ही महत्वपूर्ण एक परमेश्वर है वो ആ हमारे अंदर ദൈവമക്കൾ है। അപ്പോൾ ക്രിസ്തുവിലാണ് പിതാവ് വസിക്കുന്നതും കൊലോസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. वहाँ पे लिखा है यीशु मसीह के अंदर पिता वास करता है। 1 കൊരിന്ത്യർ 3:16 പറയുന്നു 1 कोरिन्थियों 3 के 16 में लिखा है പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. हमारे अंदर पवित्र आत्मा वास करती രക്ഷിക്കപ്പെട്ട है। ദൈവത്തിലെ നീ ആരാ? उद्धार किए हुए परमेश्वर के जन आप कौन ഈ हो? ഭൂമിയിൽ ക്രിസ്തുവിന് പകരമായിട്ട് ജീവിക്കുന്നവരെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. यीशु मसीह के बदले में हम लोग इस दुनिया में जी रहे हैं। നമ്മുടെ അകത്ത് പിതാവുണ്ട്, हमारे अंदर पिता है, നമ്മുടെ അകത്ത് യേശുവുണ്ട്, हमारे अंदर यीशु है, നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. हमारे अंदर पवित्र നീ आत्मा യഥാർത്ഥ है। വചനത്തിൽ കൂടെ സഞ്ചരിച്ചാൽ अगर आप वचन में चलेंगे ഒരു പ്രതികൂലം നിനക്കെതിരെ നിൽക്കത്തില്ല. कोई भी परेशानी आपके ഒരു जीवन में नहीं അന്ധകാരം നിനക്കെതിരെ നിൽക്കത്തില്ല. आएगा। आपके जीवन में कोई भी ഒരു अंधकार नहीं വെല്ലുവിളി होगा। നിന്റെ നേരെ നിൽക്കത്തില്ല. कोई भी चुनौती नहीं യേശുവിന്റെ देगा। അധികാരം നിന്റെ അകത്തുണ്ട്. अगर परमेश्वर के പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ അകത്തുണ്ട്. पवित्र आत्मा की शक्ति आपके अंदर है। രോഗബന്ധനങ്ങൾ നിന്നെ തുരത്തില്ല ദൈവ പൈതലേ. कोई भी इस दुनिया की चीजें आपको നീ नहीं സകലത്തിൽ छूटेगी। നീ പുറത്തു വരൂ. आप हर एक चीजों से उभर कर आएंगे। എത്ര പേർക്ക് അകത്ത് വിശ്വാസമുണ്ട്? कितने लोग ये बात पे विश्वास എത്ര करते പേർക്ക് हैं? വിശ്വാസമുണ്ട്? कितने लोग विश्वास എന്റെ അകത്ത് करते ക്രിസ്തുവുണ്ട്, हैं? मेरे अंदर यीशु എന്റെ അകത്ത് मसीह है। യേശുവുണ്ട്, मेरे अंदर यीशु എന്റെ അകത്ത് मसीह है। പരിശുദ്ധാത്മാവുണ്ട്, अंदर पवित्र आत्मा എന്റെ അകത്ത് है। പിതാവുണ്ട്, मेरे अंदर पिता है। ദൈവം എന്റെ അകത്തുണ്ട്. परमेश्वर मेरे ഞാൻ अंदर है। ഭയപ്പെടുകയില്ല. मैं नहीं डरूंगा। ഒരു വെല്ലുവിളി ഞാൻ ഭയപ്പെടത്തില്ല. कोई भी चुनौती से मैं नहीं डरता। യേശു എന്നോട് കൂടെയുണ്ട്. परमेश्वर Praise मेरे the साथ Lord. है। ദൈവമക്കളെ പരിച്ഛേദനയിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത് उस खतना के द्वारा परमेश्वर ये നാം चाहता है कि ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജനമായി തീരുക हम എന്നുള്ളതാണ്. परमेश्वर के अलग किए हुए एक जन में रहे। അതുകൊണ്ടാണ് സംഖ്യ 23 പറയുന്നത് गिनती 23 में लिखा ഇതാ है തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. एक अलग रहने वाला व्यक्ति वो जातियों में नहीं गिना ആ जाता। നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ जब हम नए नियम में आते हैं 2 കൊരിന്ത്യർ 6-ാം അധ്യായം പഠിക്കുമ്പോൾ दूसरा कोरिन्थियों उसका 6वें अध्याय में पढ़े നമ്മളും തനിച്ചു പാർക്കുന്ന ജനമാണ്. हम भी अलग रहने वाले एक നിങ്ങൾ व्यक्ति हैं। ജാതികളുമായി ഇണയില്ല പിണ കൂടരുത്. आप लोग जातियों के बीच में जाके ना रहे। ദൈവമക്കളെ അശുദ്ധമായതൊന്നും തുടരുത്. अशुद्ध चीजों को ना നിനക്ക് छुए। ദൈവം പ്രമാണം തന്നിട്ടുണ്ട്. परमेश्वर ने आपको एक നീ ആ व्यवस्था दी है। പ്രമാണത്തിൽ നിലനിന്നാൽ മാത്രമേ आप उस व्यवस्था में खड़े ദൈവം നിന്നെ रहें। പുത്രനായിട്ടും പുത്രിയായിട്ടും അംഗീകരിക്കത്തുള്ളെന്ന്. परमेश्वर तभी आपको पुत्र और पुत्री के रूप में आपको നമ്മൾ स्वीकार ആരാണ്? करेगा।
हम लोग कौन हैं? ദൈവമക്കളെ, നമ്മൾ പ്രമാണം ലഭിച്ച ജനമാണ്. हम लोग को व्यवस्था मिला हुआ एक जन है, ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ജനമാണ്. परमेश्वर के लिए अलग किए हुए जन है. എന്നിൽ കൂടെ നിങ്ങളിൽ കൂടെ ദൈവത്തിന് വലിയ പ്ലാനും പദ്ധതി ഉണ്ടെന്ന് മറന്നു आपके പോകരുത്. द्वारा परमेश्वर के बहुत सारे ഞാനും बातों को നിങ്ങളും करना ആരാണ്? है. ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. आप और मैं उस परमेश्वर के दुल्हा ക്രിസ്തു हैं. എന്ന ഏക പുരുഷന് വേണ്ടി നമ്മെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ്. वो परमेश्वर एक व्यक्ति के लिए परमेश्वर ने हमें तय किया. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ये अलग किया हुआ एक ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. वो जातियों में नहीं गिना जाता. അവരെ കുറിച്ച് വീണ്ടും ഹല്ലേലൂയ സംഖ്യാപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. वहाँ पे दोबारा गिनती की पुस्तक में उनके बारे में അവന്റെ लिखा है. ദൈവമായ യഹോവ അവനോട് കൂടെ. उनका जो परमेश्वर है वो उनके पास. രാജകോലാഹലമറ മധ്യത്തിലുണ്ട്. एक राजा उनके बीच में है. ദൈവമക്കളെ, രാജാവുള്ളടത്ത് പാട്ടുകാരൻ പറഞ്ഞ രാജകോലാഹലമുണ്ട്, ദൈവത്തിന്റെ ആരാധനയുണ്ടെന്ന്. जहाँ पे राजा रहता Praise- है वहाँ पे उसके രാജാവുള്ളടത്ത് बात ജനം होते हैं. ചുമ്മാതിരിക്കത്തില്ല. जो Yes. राजा के पास जो होते हैं, രാജാവിനെ वहाँ पे वो खाली ഘോഷിച്ചുകൊണ്ടിരിക്കും. बैठे हैं. वो लोग राजा को രാജകോലാഹലം നിന്റെ അകത്തുണ്ടോ ദൈവ പൈതലേ? क्या राजा को धन्यवाद करने ഞാൻ की പറഞ്ഞു, आत्मा है? ത്രിയേക ദൈവം നിന്റെ അകത്തുണ്ട്. एक Praise the परमेश्वर Lord. आपके अंदर है. അപ്പോൾ രാജാവുള്ളടത്ത് രാജകോലാഹലം ഉണ്ടായിരിക്കണം जहाँ राजा होता है वहाँ उसका धन्यवाद എന്ന് स्तुति होना പറഞ്ഞാൽ चाहिए. ദൈവസ്തുതികളുടെ മേൽ വസിക്കുന്നവനാണ്. क्योंकि Yes. जो परमेश्वर है वो स्तुतियों के ऊपर പുറപ്പാട് विराजमान है. പുസ്തകത്തിൽ മോശ പറയുന്നു, പുറപ്പാട് പുസ്തകത്തിൽ निर्गमन की पुस्तक में लिखा है, ഇസ്രായേലിന്റെ സ്തുതികളുടെ മേൽ വസിക്കുന്നവൻ. Yes. इस्राएल के स्तुतियों के ऊपर അപ്പോൾ विराजमान ദൈവമക്കളെ, है. ദൈവം നമ്മുടെ സ്തുതികളുടെ മേൽ വസിക്കുന്നവനാണ്. Praise the Lord. परमेश्वर हमारे स्तुतियों के ऊपर रहने എത്ര वाला നേരം है. ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? कितने लोग परमेश्वर की स्तुति സ്വർഗത്തിലേക്ക് ഒന്ന് करते हैं? കണ്ണോടിച്ചാൽ अगर आप स्वर्ग की ओर ദൈവ देखें, സ്വർഗ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. परमेश्वर स्वर्ग के सिंहासन में बैठा है. പുത്രനായിരിക്കുന്ന യേശു അടുത്തുണ്ട്. उसका पुत्र उसके पास बैठा है. ആയിരം ആയിരം ദൂത സഞ്ചയങ്ങൾ, हजारों हजारों 10,000 ദൂതന്മാർ അവനെ वहाँ पे ആരാധിക്കുകയാണ്. हजारों हजारों दूत लोग बैठ के उसकी എപ്പോഴും स्तुति कर रहे സ്തുതി हैं. ആരാധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. हर समय हम परमेश्वर की स्तुति महिमा ദൈവത്തിന് करना നീ है. സ്തോത്രം പറയണോ? परमेश्वर को ചുമ്മാ धन्यवाद करें. കുത്തിയിരുന്ന് നീ സ്തോത്രം പറ ദൈവ പൈതലേ. आप खाली बैठते हैं तो आप परमेश्वर को ദൈവമക്കളെ, धन्यवाद ഈ करें. ഭൂമി പൈശാചി ആരാധനയെ കൊണ്ട് നിറഞ്ഞിടമാണ്. Praise ये the जो Lord. दुनिया है यहाँ पे अन्य जातियों की आराधना ഈ है. ആരാധന പൈശാചി ശക്തി കൊണ്ട് ഈ ലോകം यहाँ നിറഞ്ഞിരിക്കുകയാണ്. पे बहुत Yes. सारे दुष्ट आत्माएं ഈ हैं. ശക്തിയെ തകർത്തിട്ട് വേണം എനിക്കും നിങ്ങൾക്കും മുന്നോട്ട് പോകുവാൻ. ये दुष्ट Yes. शक्तियों को नष्ट करके हमें आगे ഈ बढ़ना ശക്തി है. തകരപ്പെടണമെങ്കിൽ अगर ये शक्ति नष्ट होना है നമ്മുടെ तो കൈയുടെ ബലം കൊണ്ട് പിശാചി തകരത്തില്ല. हमारे Praise हाथ the के Lord. बल से शैतान नहीं नष्ट പൈശാചി होगा. ശക്തികളെ തകർക്കണമെങ്കിൽ अगर दुष्ट शक्तियों को नष्ट करना है तो അഭിഷേകത്തിന്റെ ശക്തിയിൽ अभिषेक की शक्ति के ദൈവത്തെ साथ നീ സ്തുതിക്കണം. परमेश्वर की स्तुति करना ദൈവത്തെ है. ആരാധിക്കണം. परमेश्वर की आराधना करना है. അന്യഭാഷ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. अन्य भाषा बोलना ऐसा नहीं നിങ്ങൾ बोल रहा പറയും, हूँ. "പാസ്റ്ററെ, ആരാധിക്കുവാൻ എനിക്ക് അന്യഭാഷ ഇല്ലെന്ന് പറഞ്ഞേക്കാം." कुछ Praise the लोग Lord. इसमें Yes. बोलेंगे कि मेरे पास अन्य भाषा नहीं इसलिए നീ मैं आराधना സ്തോത്രം कर सकता हूँ. പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. मैंने बोला कि आप धन्यवाद സ്തോത്രം പറയുമ്പോൾ करना. ദൈവത്തെ ആരാധിക്കുകയാണ് आप ചെയ്യുന്നത്. धन्यवाद बोलते हैं तो उसकी आराधना करते സ്തോത്രം हैं. എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്ന വചനം വിളിച്ചു പറയുകയാണ്. वचन में लिखा है जो मुझे धन्यवाद की बलि चढ़ाता है वो मेरी അത് स्तुति करता മാത്രമല്ല, നീ है. സ്തോത്രം ചെയ്യുമ്പോൾ जब आप स्तुति करते നിന്റെ हैं അകത്തു നിന്നൊരു ദൈവശക്തി പുറപ്പെടും. आपके अंदर Yes. से एक परमेश्वर की शक्ति उत्पन्न ദൈവമക്കളെ, होती നിങ്ങൾ है. ഭൂമിയിൽ ഇത് അനുഭവിക്കണം. इस भूमि Yes. में आप इस चीज का अनुभव करना നിന്നെ है. ഭയപ്പെടുത്തുന്ന വേളകളിൽ, जब आपको डर लगता നിന്റെ है, പ്രതികൂലമായ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, जब आपके जीवन में बहुत दुख भरे, ഞാൻ വീണ്ടും പറയട്ടെ, मैं दोबारा നീ സ്തോത്രം बोलूंगा, ചെയ്യണം. आप धन्यवाद നീ സ്തോത്രം ചെയ്യണം. करना, आप स्तुति നീ करना, സ്തോത്രം ചെയ്യണം. आप स्तुति അത് करना. നിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരും. वो आपके शरीर से बाहर हो അത് जाएगा. ആത്മവ്യാപാരം നിന്റെ അകത്തുണ്ടാകും. आत्मिक एक उद्धार Yes. आपके जीवन में പൗലോസ് होगा. ശീലാസും ആരാധിച്ചപ്പോൾ, जब पौलुस और शीलास ने അവരകത്ത് आराधना किया, ആത്മാവിൽ ആരാധിച്ചപ്പോൾ उनने आत्मा में आराधना ശക്തി किया, പുറത്താ വെളിപ്പെട്ടത്. पर उसकी शक्ति बाहर दिखाई ആത്മാവിൽ അവർ ആരാധിക്കുന്നുണ്ട്, हाँ, वो आत्मा में आराधना ശരീരത്തിൽ करते അത് हैं, അനുഭവിക്കുന്നുണ്ട്. शरीर में उसे എന്നാൽ अनुभव ശക്തി करते हैं, പുറത്താണ് വെളിപ്പെട്ടത്. पर उसकी जो शक्ति है वो बाहर ശക്തി दिखाई പുറത്ത് पड़ा. വെളിപ്പെട്ടപ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞു. Praise the जब Lord. शक्ति बाहर उसका प्रकट हुआ तब അവരെ सारे बंधन കെട്ടിയിരുന്ന खुल गए. സകല കെട്ടുകളും പൊട്ടിമാറി. उनके सारे जंजीरें टूट गई. ദൈവമേ, നിന്റെ അകത്തുനിന്ന് ഒരു ശക്തി പുറപ്പെടുന്നുണ്ടോ? आपके अंदर एक शक्ति उत्पन्न നിന്റെ होती അകത്തുനിന്ന് है ഒരു क्या? ശക്തി പുറപ്പെടുന്നുണ്ടോ? आपके अंदर से एक शक्ति ഇന്ന് प्रकट കാലം होती ഒന്ന് है क्या? ശോധന ചെയ്യാ. आज दिन आप अपने आप നീ को കടന്നു परखें. പോകുമ്പോൾ സാന്നിധ്യമാണ് നിനക്ക് മുമ്പേ കടന്നു പോകുന്നത്. आप जब चलते हैं तो आपके सामने एक और മീഖ വിളിച്ചു പറയുന്നു, മീഖ, मीखा इस प्रकार തകർക്കുന്ന कहता है, രാജരാജൻ നിന്റെ മുമ്പിലുണ്ട്. Praise-
യേശു കർത്താവ് നിന്റെ മുമ്പിലുണ്ടെന്ന്. आपके सामने एक परमेश्वर है. അപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ जब हम परमेश्वर की स्तुति ദൈവ करते हैं, സാന്നിധ്യം നിന്റെ മുമ്പേ യാത്ര ചെയ്യും. आपके आगे परमेश्वर की उपस्थिति എത്ര പേര് चलकर ഇതൊക്കെ जाएगी. അനുഭവിക്കുന്നുണ്ട്? कितने लोग इसको अनुभव करते എത്ര हैं? യെസ് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. मैं परमेश्वर की स्तुति करता हूँ. ദൈവമക്കളെ ദൈവത്തെ ഞാനും നിങ്ങളും ഒന്ന് അനുഭവിക്കണമെന്ന്. आप और मैं परमेश्वर की ഹല്ലേലൂയ. उपस्थिति को महसूस ഓ करें. ഹല്ലേലൂയ. ദൈവമക്കൾ ഒത്തിരി കാര്യങ്ങൾ പറയുവാൻ താല്പര്യമുണ്ട്. बहुत सारी बातों को बताना Praise the Lord. है. നാം ദൈവത്തിന്റെ ജനമാണ്. हम परमेश्वर के जन ദൈവത്തിന് हैं. വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. परमेश्वर ने अलग किया हुए व्यक्ति അടുത്ത हैं. അത് കാട്ടുപോത്തിന് തുല്യമായ ബലം നമ്മുടെ അകത്തുണ്ട്. हमारे Praise the अंदर Lord. एक अलग बल Yeah. ആമീൻ. ദൈവമക്കൾ ഒരു പ്രത്യേക അഭിഷേകം ദൈവത്തിന്റെ അകത്തുണ്ട്. परमेश्वर ने एक अलग आशीष को നിങ്ങളുടെ परमेश्वर അകത്തില്ലെങ്കിൽ ने അത് दिया है. പ്രാപിച്ചെടുക്കണം. इन दिनों में आप उसको प्राप्त നിങ്ങൾ करें. പ്രാപിച്ചെടുക്കണം. आप प्राप्त करना. പരിശുദ്ധാത്മ ദാനത്തെ ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. जो पवित्र आत्मा है वो परमेश्वर ने हमें दान के रूप में दिया പെന്തക്കോസ്ത് है. നാൾ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതുവരെ കരേറി പോയിട്ടില്ല. पेंतिकोस्त के Praise दिन the Lord. जो आशीष Yes. जो अनुग्रह परमेश्वर ने हमें അത് दिया था वो अभी ഇന്നും तक ഭൂമി लौटाया നമുക്ക് नहीं വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. है. आज भी बहुत चीजें हमारे लिए യോവേൽ പറയുന്ന അന്ത്യകാലത്ത് സർവ്വ ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും. वहाँ पे लिखा है कि अंत के दिनों में जैसा आत्मा चाहिए वैसा. അന്ത്യകാലം എന്നാണ് തുടങ്ങിയത്? അന്ത്യകാലം എന്നാണ് തുടങ്ങിയത്? जिस दिन अंतिम समय शुरू हुआ, അത് ഇന്നത്തേക്ക് 2020 എന്ന് വെച്ചാൽ പെന്തക്കോസ്ത് നാളാണ് അന്ത്യകാലം തുടങ്ങിയെന്ന് പത്രോസ് വിവരിക്കുന്നുണ്ട്. पत्रोस लिखता है कि जिस दिन पेंतिकोस्त का दिन शुरू हुआ तब हमारा अंत का പരിശുദ്ധാത്മാവിൽ समय നിറഞ്ഞ शुरू हुआ. അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ जब अन्य भाषाओं के साथ परमेश्वर की आराधना करा, കണ്ടിരുന്നവർ പല കാര്യങ്ങൾ പറയുമ്പോൾ जो लोग देखा है वो लोग बहुत പലരും बातें പറഞ്ഞു ഇവര് बताते हैं. വീഞ്ഞു കുടിച്ചിരിക്കാന്ന് പറഞ്ഞപ്പോൾ कुछ लोगों ने बोला कि इन्हें दाखरस पी लिया പത്രോസ് है. പറയുന്നു ഇവര് വീഞ്ഞു കുടിച്ചിരിക്കുകയല്ല. पत्रोस ने बोला इन्हें दाखरस ഇത് नहीं യോവേൽ പ്രവാചകൻ കൂടെ പ്രവചിച്ചതിന്റെ നിവർത്തിയാണ്. जो योएल भविष्यवक्ता के द्वारा बोला അന്ത്യകാലത്ത് हुआ है. സർവ്വജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും. अंत के समय परमेश्वर के हर एक आत्मा को मैं प्रकट ദൈവമക്കളെ करूंगा. 1900 വർഷത്തോടാണ് ഇന്ത്യയിൽ പരിശുദ്ധാത്മ സാന്നിധ്യം ഉണ്ടായത്. यहाँ पे बहुत समय से परमेश्वर की आत्मा प्रकट हो रही है. പണ്ഡിറ്റ് രമാബായിയുടെ മുക്തി മിഷൻ എന്ന് പറയുന്ന മിഷന്റെ അകത്താണ് കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവശക്തി വ്യാപരിച്ചത്. पहले के Praise the जमाने में Lord. मुक्ति विशन करके एक आराधना था, तब परमेश्वर की उपस्थिति हुई. കാലാകാലങ്ങളിലായി നമ്മുടെ ഭാരതദേശം ആയിരക്കണക്കിന് വിശുദ്ധന്മാർ അഭിഷേകത്തിന്റെ ശക്തിയാലാണ് ക്രിസ്ത്യ ജീവിതം നയിച്ച് മുന്നോട്ട് പോയത്. इस भारत के देश में हजारों व्यक्ति ऐसे हैं जो परमेश्वर की उपस्थिति को നിനക്ക് जानकर उसकी മുന്നോട്ട് स्तुति महिमा कर പോകണമെങ്കിൽ रहे हैं. പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമായിരിക്കുകയാണ്. अगर आपको आगे चलना है तो परमेश्वर ഈ की അഭിഷേകം ഇല്ലാത്തത് കൊണ്ടാണ് നീ തളരുന്നത്. ये अभिषेक हमारे जीवन में नहीं है, इसलिए हम नष्ट हो जाते हैं. ആമേൻ. എലീശ പറയാണ്, एलीशा कहता है, ഏലിയാവിനോട് പറയുന്നു, ഏലിയാവിനോട് പറയുകയാണ്, एलियाव से बोलता है, ഏലിയാവ് ചോദിച്ചു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? एलियाव ने एलियाव से पूछा कि मैं तेरे लिए क्या करूं, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? मैं तेरे लिए क्या कर सकता हूं. എലീശ പറയുന്നു, എലീശ നിന്റെ बोलता है, ആത്മാവിന് ഇരട്ടി പങ്ക്. तेरे जो आत्मा है उसका 2 गुना दे നമ്മുടെ दे. പിതാക്കന്മാർ പ്രാപിച്ച അഭിഷേകം പോരാ. जो हमारे पिताओं ने पाया वो अभिषेक काफी ഇപ്പോഴും नहीं നമ്മൾ है. അഭിഷേകം പോരാ. जो हमारे अंदर ഒരു अभिषेक है वो ഇരട്ടി काफी പങ്ക് नहीं നമുക്ക് है. ആവശ്യമാണ്. उसका दुगना हमें എലീശ चाहिए. നിനക്കെന്തിനാണ് ഇരട്ടി പങ്കെന്ന് ചോദിച്ചാൽ उसने पूछा कि तुझे ये इसका दुगना क्यों ഏലിയാവിന്റെ चाहिए. കാലഘട്ടത്തിലല്ല ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്നത്. उसने बोला कि मैं एलियाव के समय में नहीं बोलने वाला. എനിക്ക് ഇരട്ടി ശക്തി ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. अगर मेरे पास दुगनी शक्ति होगी तभी मैं आगे बढ़ മക്കളെ, पाऊंगा. ഏലിയാവ് ചെയ്തതിന്റെ ഇരട്ടി അത്ഭുതമാണ് ഏലീശ ചെയ്തത്. Praise the Lord. जितना एलियाव ने जितने चमत्कार किए उससे दुगना അതുകൊണ്ട് ഈ चमत्कार ദിവസങ്ങളിൽ उसने एलीशा ने ഇരട്ടി किया. അഭിഷേകം നമുക്ക് പ്രാപിച്ചെടുക്കാം. इन दिनों में हम उसका दुगना अभिषेक को प्राप्त അപ്പോൾ करें. ദൈവമക്കളെ, പല കാര്യങ്ങൾ പറയുവാനുണ്ട്. ഞാൻ വായിച്ച വേദവാക്യത്തിലേക്ക് ഇവിടെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. बहुत सारी बातों को बताना है, पर जिस भजन से ഞാൻ വായിച്ച തിരുമഹത്വം ദേശത്ത് വസിക്കേണ്ടതിന്, തിരുമഹത്വം ദേശത്ത് വസിക്കാൻ രക്ഷഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. 9-ാമത്തെ വാക്യം, സങ്കീർത്തനം 85:9. वहाँ पे लिखा है, निश्चित के डरवैयों के उद्धार का समय निकट है, तब हमारे देश में महिमा का निवास ആ होगा. ദൈവമക്കളെ, ഞാൻ പെട്ടെന്ന് 1-2 വാക്യങ്ങൾ പറഞ്ഞു നിർത്താം. मैं 2-3 बातों को बता के बैठना ദൈവം चाहूंगा. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചു. परमेश्वर ने अब्राहम को बुला के अलग അതിന്റെ किया. മക്കളെ ദൈവം അനുഗ്രഹിച്ചു. उसकी संतान को आशीष दिया. വാഗ്ദത്തങ്ങൾ അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുത്തു. उनको वाचा और आशीष को മിസ്രയീം दिया. അടിമത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. मिस्रैम को ബന്ദിഗൃഹ बंदीगृह से छुड़ाया. ദൈവമേ, അന്ന് തൊട്ട് ദൈവ സാന്നിധ്യം അവരോടുകൂടെ പാർക്ക് ചെയ്യാണ്. तब से परमेश्वर की उपस्थिति उनके ദൈവ साथ. മഹത്വം അവരോടുകൂടെ പാർക്ക് ചെയ്യാണ്. परमेश्वर की महत्वपूर्ण ഈ बात के साथ മഹത്വമാണ് അവരെ വഴി നടത്തിക്കൊണ്ടിരുന്നത്. है. इन दिनों में परमेश्वर की अच्छाइयां उनके साथ ദൈവത്തിന്റെ थी. സാന്നിധ്യമാണ് അവരെ വഴി നടത്തിക്കൊണ്ടിരുന്നത്. परमेश्वर की उपस्थिति उनके साथ പകൽ थी. മേഘസ്തംഭങ്ങളെ, രാത്രി അഗ്നിത്തൂണായിട്ട് അവരെ വഴി നടത്തിക്കൊണ്ടിരുന്നു. वहाँ पे दिन में
ആ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ കയറുമ്പോൾ जब निर्गमन की पुस्तक 25 में लिखते ദൈവം हैं, മോശയോട് പറയുന്നു, परमेश्वर ने मूसा ഞാൻ से നിങ്ങളുടെ कहा, നടുവിൽ പാർക്കാൻ मैं ആഗ്രഹിക്കുകയാണ്, तुम्हारे बीच में रहना അതുകൊണ്ട് चाहता നിങ്ങൾ हूँ, എനിക്കൊരു ആലയം പറയണം. इसलिए तुम मेरे लिए एक तंबू बनाना. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിക്കുക. निर्गमन की पुस्तक 25 में എന്നാൽ अध्याय അവസാന करके അധ്യായത്തിൽ पढ़े. കടന്നു വരുമ്പോൾ जब हम आखिर में മോശ पढ़ते हैं, പണിത കൂടാരത്തിൽ जब जो मूसा ने तंबू ദൈവത്തിന്റെ बनाया, സാന്നിധ്യം ഇറങ്ങി വന്നു. परमेश्वर की उपस्थिति उतर कर आई. അതിപരിശുദ്ധമായ സ്ഥലത്ത് വസിക്കുവാൻ തുടങ്ങി. परमेश्वर एक अति ദൈവം എവിടാണ് शुद्ध जगह पे- വസിക്കുന്നത്? ദൈവം എവിടാണ് വസിക്കുന്നത്? परमेश्वर वहाँ उपस्थित रहता है. അതിപരിശുദ്ധമായ സ്ഥലത്ത്. वहाँ पे बहुत ही शुद्ध जगह है. ദൈവമക്കളെ, ഈ ദൈവിക തേജസ്സാണ് ശലോമോന്റെ ആലയത്തിൽ ഇറങ്ങി വന്നത്. यही परमेश्वर की उपस्थिति सुलेमान ദൈവജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു, वहाँ पे परमेश्वर की उपस्थिति थी, ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. परमेश्वर की महत्वपूर्णता എന്നാൽ थी. യോസ്കേൽ പ്രവചനത്തിലേക്ക് കയറുമ്പോൾ യോസ്കേൽ പ്രവചനം യെസക്കേൽ यहेजकेल के पुस्तक में 10-ാം അധ്യായം പഠിക്കുമ്പോൾ 10वें अध्याय में ദൈവ पढ़ते हैं, മഹത്വം ഇസ്രായേലിനെ വിട്ടുപോയി. परमेश्वर का जो महत्व था वो उसे കാര്യം छोड़कर എന്താണ്? चला गया. അവർ उसका कारण പ്രമാണത്തിൽ क्या है? നിന്നില്ല, क्योंकि वो परमेश्वर की व्यवस्था ദൈവത്തെ में खड़े नहीं ആരാധിച്ചില്ല, थे. परमेश्वर की आराधना नहीं ദൈവത്തിന് की. സ്തുതി കൊടുത്തില്ല, परमेश्वर की स्तुति नहीं की. വിഗ്രഹങ്ങളെ സേവിക്കാൻ തുടങ്ങി, वो लोग मूर्ति पूजा ആ करने लगे. പിന്മാറ്റത്തിലേക്ക് പോകുവാൻ തുടങ്ങി. वो लोग परमेश्वर से पीछे അശുദ്ധികളും हट गए. മാലിന്യങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. उनके जीवन में अशुद्ध അവിടെ और ദൈവാത്മാവിന് मालिन्यता आई. വസിക്കുവാൻ കഴിയത്തില്ല. वहाँ पे परमेश्वर नहीं ദൈവത്തിന്റെ रहता. മന്ദിരം വിശുദ്ധമാണ്. परमेश्वर का मंदिर ദൈവമക്കളെ, शुद्ध है. വിശുദ്ധിയോടെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. इसलिए परमेश्वर कहता है कि अपने शरीरों को शुद्ध അശുദ്ധമായതൊന്നും रखें. ഭവിക്കരുത്. कोई भी अशुद्ध चीजें न ദാനിയേൽ खाएं. പറയുന്നു, രാജാവ് ഒഴിക്കുന്ന ആഹാരം കൊണ്ടും दानियल बोलता है രാജാവ് खाना खाता കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും है, जो राजा दाखरस पीता ഞങ്ങൾ है, ഞങ്ങളെ തന്നെ അശുദ്ധമാക്കത്തില്ല. वो कोई भी चीज हमें अशुद्ध ദൈവമക്കളെ, नहीं कर അശുദ്ധി सकती. നമുക്ക് ഭവിക്കരുത്. कोई भी अशुद्धि हमें ദൈവ नहीं आना है. മഹത്വം നമ്മെ വിട്ടുപോകൂ. परमेश्वर की उपस्थिति ദൈവ हमें छोड़कर चली സാന്നിധ്യം जाएगी. നമ്മെ വിട്ടുപോകൂ. परमेश्वर की उपस्थिति ദൈവ हमें छोड़ സാന്നിധ്യത്തിലെ जाएगी. പിശാച് നമ്മെ പിച്ചി കീറിക്കളയുമെന്ന് മറന്നു പോകരുത്. अगर परमेश्वर की उपस्थिति हमें छोड़ जाएगी तो शैतान हमें फाड़ खाएगा. ഇസ്രായേലിനെ ദൈവമഹത്വം വിട്ടുപോയി. इसराइल को छोड़ के चले ദൈവമക്കളെ, गए. മലാക്കിയുടെ കാലഘട്ടത്തിന് ശേഷം जब मलाकी के समय के നീണ്ട बाद 400 വർഷം ദൈവിക ഇടപാടുകൾ കാണുന്നില്ല. उनने 4000 साल परमेश्वर की എന്നാൽ യേശു उपस्थिति में ക്രിസ്തുവിന്റെ ജനനത്തോടുകൂടെ जब यीशु मसीह का जन्म ദൈവമഹത്വം അവരുടെ നടുവിൽ ഇറങ്ങി വന്നു. फिर से परमेश्वर की उपस्थिति उनके बीच യേശു में आई. ക്രിസ്തു ദൈവമഹത്വത്തെ കുറിച്ച് പുത്രനിൽ മഹത്വം വെളിപ്പെട്ട കാര്യങ്ങൾ സുവിശേഷങ്ങൾ പലയിടത്തും പറയുന്നുണ്ട്. परमेश्वर के द्वारा यीशु मसीह के द्वारा बहुत ही परमेश्वर की उपस्थिति എന്നാൽ को യേശു दिखाई ക്രിസ്തുവിനെ पता അവർ है. തിരസ്കരിച്ചു കളഞ്ഞു. पर यीशु मसीह को उन्होंने യേശുവിനെ ठुकरा അംഗീകരിച്ചില്ല. दिया. यीशु को नहीं अंगीकार किया. മഹത്വം അവരെ വിട്ടുപോയി. वो परमेश्वर का उपस्थिति उन्हें छोड़ के ഇന്ന് चला വരെ ആ गया. മഹത്വം ഇറങ്ങി വന്നിട്ടില്ല. वो उपस्थिति दोबारा എന്നാൽ नहीं आई. സങ്കീർത്തനക്കാരൻ പറയുന്നു, भजन संगीता वाला कहता है തിരുമഹത്വം ദേശത്ത് വസിക്കേണ്ടതിന് अगर परमेश्वर की उपस्थिति हमारे बीच में होना है, രക്ഷഭക്തന്മാരോടടുത്തിരിക്കുന്നു. जो छुड़ाए हुए डरवई അപ്പോൾ हमारे बीच में होने ഇസ്രായേലിന്റെ മഹത്വം വീണ്ടും ഇസ്രായേലിന്റെ നടുവിൽ വസിക്കണമെങ്കിൽ चाहिए. अगर जो इसराइल Yeah. का जो आशीष है वो दोबारा हमारे बीच में ആ आना है तो, വീണ്ടും ദൈവമഹത്വം ഇസ്രായേലിന്റെ നടുവിൽ ഇറങ്ങി വരുന്നെങ്കിൽ अगर परमेश्वर के जो आशीष दोबारा इसराइल के बीच में आना है तो, ആത്മീയമാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ आत्मिक वचन में बोल അതെ, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കണം. हमारे शरीर का उद्धार पाना है. നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിൽ നമ്മൾ എത്തണം. हमारे Yes. जो रक्षा प्राप्त किया वो उस पे पूर्ण होना है. നമ്മുടെ പൂർണ്ണ രക്ഷയിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ जब हम पूर्ण रक्षा में हम നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ जब हमारा शरीर का उद्धार होता മഹത്വം है, ഇസ്രായേലിന്റെ നടുവിലേക്ക് വീണ്ടും ഇറങ്ങാൻ പോകുകയാണ്. दोबारा परमेश्वर की उपस्थिति हमारे बीच में അതാണ് आ 1000 जाएगी. ആണ്ട് വാഴ്ചയിൽ സംഭവിക്കുന്നത്. वो ही लिखा है 1000 साल बाद. യെശയ്യാ പ്രവചനം 2:1, यशायाह 2:1, 2:1 में, ആ മീഖ 4:1 मीका 4 का 1, അവിടെ ഒരു ദൈവാലയത്തെ കുറിച്ച് കാണുവാൻ കഴിയും. वहाँ पे एक परमेश्वर के आराधना അത് के बारे में ദൈവമക്കളെ लिखा है. 1000 ആണ്ട് ദേവാലയമാണ്. वो 1000 साल का एक ഇത് परमेश्वर പണിയുന്നത് का നമ്മുടെ आराधना है. കർത്താവായ യേശു ക്രിസ്തുവാണ് പണിയുന്നത്. സക്കറിയ പ്രവചനത്തിൽ കാണുവാൻ കഴിയും. जकरिया की पुस्तक में लिखा है कि यीशु मसीह ആ ആലയത്തിൽ ദൈവമഹത്വം വസിക്കുകയാണ്. उस आराधनालय में परमेश्वर की തിരുമഹത്വം ദേശത്ത് വസിക്കേണ്ടതിന് जो परमेश्वर की उपस्थिति देश में होने രക്ഷഭക്തന്മാരോടടുത്തിരിക്കുന്നു. के लिए, डरवैयों के उद्धार हमें मिलना നമ്മുടെ है. വീണ്ടെടുപ്പിന്റെ നാളായി. हमारे परमेश्वर നമ്മുടെ उद्धार प्राप्त വീണ്ടെടുപ്പ് करने അടുത്ത് ദൈവമക്കളെ. का- हमारा उद्धार बहुत ही पास ദൈവമക്കളെ, में है. ഇസ്രായേലിന്റെ നടുവിൽ മാത്രമല്ല सिर्फ इसराइल के बीच में മുഴുവൻ नहीं, ലോകത്തിനും മഹത്വം വ്യാപരിക്കും. ये पूरी दुनिया में ये फैल जाएगा. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം പഠിക്കുമ്പോൾ, हबक्कुक 2 में जब हम पढ़ते हैं, യെശയ്യാ 11 വായിക്കുമ്പോൾ, यशायाह 11 जब हम पढ़ते हैं, സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ जैसे समुद्र में पानी भरा रहता है, ദൈവത്തിന്റെ മഹത്വം കൊണ്ട് തേജസ് കൊണ്ട് ഭൂമി നിറയും. Praise the Lord. परमेश्वर के आशीष और अनुग्रह ആ से ये देश भर 1000 ആണ്ട് ഭൂമിയിൽ തേജോമനായ കർത്താവിനോട് നമ്മൾ വാഴാൻ जाएगा. പോകുകയാണ്. उस 1000 साल में हम उस परमेश्वर तेजोमय परमेश्वर के साथ रहेंगे. തിരുമഹത്വം ദേശത്ത് വസിക്കേണ്ടതിന് ये
ये जो परमेश्वर का രക്ഷഭക്തന്മാരോടടുത്തിരിക്കുന്നു. वो आपके डरवैयों को उद्धार का നമ്മുടെ समय निकट ശരീരത്തിന്റെ വീണ്ടെടുപ്പിന്റെ നാളെടുത്തിരിക്കുകയാണ്. है हमारे शरीर का उद्धार का दिन दूर नहीं. ദൈവമക്കളെ, കേട്ട വചനങ്ങളെ വീട്ടിൽ ചെന്ന് ധ്യാനിക്കുക. जो वचन हमने सुना है वो घर जाके आप लोग അതേ पढ़िएगा. സമയത്തിന് കുറവുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. समय कम है इसलिए मैं यहाँ पे बंद ഈ कर रहा हूँ. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. इन वचनों के द्वारा परमेश्वर आप सबको കരങ്ങൾ आशीष ഉയർത്തി दे. ദൈവത്തെ സ്തുതിച്ചാട്ടെ. हाँ, तो ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.